ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞാനൊരു ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഒന്നിച്ച് നാം പ്രാർത്ഥിച്ച് ഇന്നത്തെ വിശുദ്ധ സഭായോഗത്തെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുവാനായിട്ട് പോവുകയാണ്. നമുക്കെല്ലാവർക്കും അതാത് സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. പ്രാർത്ഥനയോട് നാം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ കൊയർ ഒരു പാട്ടിൻ്റെ ചില ചരണങ്ങൾ ഇപ്പോൾ പാടും. നമുക്ക് നമ്മുടെ ഹൃദയ നിലങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് സമർപ്പിക്കപ്പെടട്ടെ, ഒരുങ്ങപ്പെടട്ടെ. എല്ലാ ചിന്തകളും വെടിഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോട് സമർപ്പണത്തോടെ ആയിരിക്കാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്നേഹം എത്ര ശ്രേഷ്ഠം എന്നുള്ള പാട്ട് പാടി നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ ഒരുക്കത്തോട് പ്രാർത്ഥനയോട് കർത്താവിൻ്റെ സന്നിധിയിൽ എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ, സഹായിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം, ആയതിനാളം ആർക്കു വർണ്ണിക്കാം. ജീവിത ക്ലേശ ഭാരങ്ങൾ മധ്യേ നിൻചാരയെത്തും സ്നേഹകരം. ഭാരങ്ങൾ മധ്യേ നെഞ്ചാരിയെത്തും സ്നേഹകരം. മരുഭൂവിൽ വാടിത്തളർന്നിടുമ്പോൾ ചേതനയറ്റു പതിച്ചിടുമ്പോൾ, മരുഭൂവിൽ വാടിത്തളർന്നിടുമ്പോൾ ചേതനയറ്റു പതിച്ചിടുമ്പോൾ, പുതുജീവൻ നൽകി പുതുശക്തിയേകി ആകാശമധ്യേ ഉയർത്തും സ്നേഹം. പുതുജീവൻ നൽകി പുതുശക്തിയേകി ആകാശമധ്യേ ഉയർത്തും സ്നേഹം. ഉറ്റവർ നിന്ദിച്ചു തള്ളിയിടുമ്പോൾ, ശിക്ഷ വിധിച്ചു രസിച്ചിടുമ്പോൾ, ഉറ്റവർ നിന്ദിച്ചു തള്ളിയിടുമ്പോൾ, ശിക്ഷ വിധിച്ചു രസിച്ചിടുമ്പോൾ, പെറ്റമ്മ പോലെ കൈകൾ പിടിച്ചു മാറോടണയ്ക്കും ക്രൂശിൻ സ്നേഹം. പെറ്റമ്മ പോലെ കൈകൾ പിടിച്ചു മാറോടണയ്ക്കും ക്രൂശിൻ സ്നേഹം. ജീവിത ഭാരങ്ങൾ ഏറിടുമ്പോൾ, രോഗത്താൽ ഭാരം തളർന്നിടുമ്പോൾ, ജീവിത ഭാരങ്ങൾ ഏറിടുമ്പോൾ, രോഗത്താൽ ഭാരം തളർന്നിടുമ്പോൾ, ഭയം വേണ്ട, ഞാൻ നിന്നോടു കൂടെ ഉണ്ടെന്നുറച്ച വിശ്വാസത്തോടെ. ഭയം വേണ്ട, ഞാൻ നിന്നോടു കൂടെ ഉണ്ടെന്നുറച്ച ദൈവസ്നേഹം. ദൈവത്തിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം, ആയതിനാളം ആർക്കു വർണ്ണിക്കാം. ജീവിത
പറയട്ടെ, ജീവിത ക്ലേശം, ജീവിത ക്ലേശ ഭാരങ്ങൾ മാറ്റി നെഞ്ചാരിയെത്തും സ്നേഹകരം. നമുക്ക് പ്രാർത്ഥിക്കാം. മഹത്വത്തിന് പ്രത്യാശയായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ തന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. നിൻ്റെ രക്തത്തിൻ്റെ വിലകളായ അടിയങ്ങൾക്ക് ഒന്നിച്ച് കർത്താവേ അവിടുത്തെ പാദപീടെ ചേർന്ന് വന്ന് തിരുമുഖത്തേക്ക് നോക്കുവാനും ഒന്നിച്ച് അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ആരാധിക്കുവാനും കർത്താവെ ഞങ്ങൾക്ക് തരുന്ന വലിയ ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ ഇതിന് നന്ദിയോടെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ച വട്ടം കൂടെ ഞങ്ങളെ വിട്ട് കടന്നുപോയി. ഞങ്ങളായിരുന്ന ഇടങ്ങളിലെല്ലാം കർത്താവ് ഞങ്ങളെ കാത്തല്ലോ, പരിപാലിച്ചല്ലോ. സമാധാനത്തോടെ ഒന്നിച്ച് ഇങ്ങനെ ആയിരിക്കാൻ നടത്തിയ വിധങ്ങളെ ഓർത്ത് ചേർന്ന് നന്ദി പറയുവാൻ, പരിപാലിക്കുന്ന എല്ലാ കൃപകളും ഓർത്ത് അങ്ങേക്ക് മഹത്വം കരയേറ്റുവാൻ നിൻ്റെ ജനമായ അടിയങ്ങൾക്ക് തരുന്ന വലിയ ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ തന്നെ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, അവിടുത്തെ സന്നിധി വിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകും. ഞങ്ങൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. ഞങ്ങളുടെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ഉള്ള അവസ്ഥയെ അറിയുന്നു. ഞങ്ങളുടെ ഉൾപ്പുകളെ നിലവുകളെ ആരാഞ്ഞറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ ഒന്നിച്ചായിരിക്കുമ്പോൾ കർത്താവേ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ ഞങ്ങളുടെ നാമത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണം കർത്താവിനെ ആരാധിക്കുവാൻ നീ ഞങ്ങളെ പകലിൽ സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ആത്മാവിനാൽ ഞങ്ങളെ നിറച്ചാട്ട് അവിടുത്തെ ശക്തി ഞങ്ങളുടെ മൺകൂടാരങ്ങളിൽ വ്യാപരിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുവാൻ, അല്ലെങ്കിൽ കർത്താവെ നീങ്ങിപ്പോകുന്നത് തേജസ്സുള്ളതായിരുന്നുവെങ്കിൽ നിലനിൽക്കുന്നത് എത്രയധികം തേജസ്സുള്ളതാണെന്ന് വാസ്തവമായിട്ടെന്ന് പകലിൽ ഞങ്ങൾ അനുഭവിച്ചറിയുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒന്നിച്ച് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്ന കർത്താവെ പാടുവാൻ ഞങ്ങളെ ബലപ്പെടുത്തിക്കാട്ട്, പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തിക്കാട്ട്, അല്ലെങ്കിൽ കർത്താവെ സങ്കീർത്തനങ്ങളാൽ സ്തുതികളാൽ അങ്ങ് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിച്ചാട്ട്, വചനത്തിൻ്റെ വാതിലുകൾ ഞങ്ങളുടെ മുന്നിൽ തുറന്നു തന്നാട്ട് ഒന്നിച്ച് അങ്ങയുടെ സന്നിധിയിൽ പാടി സന്തോഷിച്ച് മഹത്വപ്പെടുത്തി അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ സ്തുതിക്കുവാൻ, അങ്ങേ വണങ്ങുവാൻ കർത്താവെ നീ ഞങ്ങളെ സഹായിക്കുന്നതിനാൽ ഞങ്ങൾ തന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രൈസ് ആൻഡ് വർഷിപ്പ് ലീഡ് ചെയ്യുവാൻ നിന്റെ മക്കളെ ബലപ്പെടുത്തിക്കാട്ട്, അല്ലെങ്കിൽ കർത്താവെ ആത്മീക സാന്നിധ്യം ഞങ്ങൾ ഓരോരുത്തരും വാസ്തവമായിട്ട് അനുഭവിച്ചറിയുവാൻ ഇന്ന് പകൽ ഞങ്ങളെ സഹായിക്കേണ്ടതിനായിട്ട് ഇത് യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാൻ ഒന്നിച്ച് കർത്താവെ അവിടുത്തെ സന്നദ്ധയിൽ അല്ലെങ്കിൽ കർത്താവെ ആനന്ദിപ്പാൻ സന്തോഷിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പൈതങ്ങൾക്കായിട്ട്, ഞങ്ങളുടെ യൗവനക്കാർക്കായിട്ട്, ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾക്കായിട്ട്, ഞങ്ങളുടെ മാതാപിതാക്കൾക്കായിട്ട്, ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരി സഹോദരങ്ങൾക്കായിട്ട് ഞങ്ങൾ വിശേഷാൽ അങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ അവിടുത്തെ സന്നിധികളായിരിക്കുന്നത് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. കർത്താവേ സ്തോത്രം, കൊള്ള കണ്ടുകിട്ടിയവരെ പോലെ അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിച്ചാട്ട്. പ്രാർത്ഥന കേട്ടതിനാലും നന്ദി. ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. കർത്താവ് നമ്മളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും ഇരിക്കാം, അതാത് സ്ഥലങ്ങളിൽ ഇരിക്കാം. ചില പാട്ടുകൾ പാടി നാം കർത്താവിനെ സ്തുതിക്കുവാനായിട്ട് പോവുകയാണ്. ഈ പാട്ടുകൾ പാടുമ്പോൾ നമ്മുടെ ഹൃദയനിലങ്ങൾ ഒരുങ്ങുവാൻ സന്തോഷത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. ഒരു ഞായറാഴ്ച കൂടി ആരോഗ്യത്തോടെ, ബലത്തോടെ, സമാധാനത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ചേർന്ന് വന്നിരിക്കുകയാണ്. ആയിരിക്കുന്നിടങ്ങളിൽ നാം കരങ്ങളെ തട്ടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കുവാനും ദൈവം സഹായിക്കട്ടെ. എനിക്കായി കരുതുന്നവൻ വളരെ അനുഗ്രഹീതമായ ഒരു ഗാനമാണ്. നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. എനിക്കായി കരുതുന്നവൻ. കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു കർത്താവേ. ഒന്നിച്ച് പാടി സ്തുതിക്കുവാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങൾക്ക് തരുന്ന ഭാഗ്യത്തിനായിട്ട് ഞങ്ങളുടെ ജീവിതാനുഭവങ്ങൾ ഓരോന്നോരോന്നുമായിട്ട് ഓർത്ത് എണ്ണി എണ്ണി കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവ് പകലിൽ ഞങ്ങളെ സഹായിക്കുന്നത് ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം എൻ്റെ നന്മയ്ക്കായിട്ട് ഞാൻ അറിയുന്നുവെന്ന് അവിടുത്തെ സന്നിധിയിൽ ഏറ്റുപാടിയ എല്ലാ ദൈവജനം ഒന്നിച്ച് കർത്താവെ അങ്ങേ മഹത്വപ്പെടുത്തുന്നു, അങ്ങേ വാഴ്ത്തുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ശോധനകൾ, ഹല്ലേലൂയ കർത്താവെ, പ്രയാസങ്ങളൊക്കെ നീ അയക്കുമ്പോൾ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവെ അതൊക്കെ ഞങ്ങളുടെ നന്മയ്ക്കാണെന്ന് മനസ്സിലാക്കി അങ്ങേ സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് തരുന്ന ഭാഗ്യത്തിനായിട്ട്, കാഴ്ചപ്പാടിനായിട്ട് ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യതയുടെ മുമ്പിൽ കർത്താവെ ശോധനകൾ, പ്രയാസങ്ങൾ ഒന്നും സാരമില്ല, ഈ നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല എന്ന അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ ആ നിത്യ തേജസ്സിൻ്റെ കനം ഓർക്കുമ്പോൾ, ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ വലിയ നന്മ ഓർക്കുമ്പോൾ, ഹല്ലേലൂയ, നന്ദിയോടെ അങ്ങേ സ്തുതിക്കുവാൻ, ഞങ്ങളുടെ ഉള്ളം നന്ദി കൊണ്ട് നിറയുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ചേർന്ന് പാടി അങ്ങേ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ സ്വർഗം സന്തോഷിക്കുന്ന അനുഭവം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ തരുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഞങ്ങളെല്ലാവരും ഒന്നിച്ച് അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്നു കർത്താവെ. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ വ്യാപരിക്കുന്നതിനാൽ, ഹല്ലേലൂയ, അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിൽ കൂടെ ഉലാത്തുന്ന കാലച്ച കേട്ടുകൊണ്ട് അങ്ങേ സ്തുതിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ വീണ്ടും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, സമർപ്പണത്തോടെ ഞങ്ങൾ അവിടെ ആയിരിക്കുന്നു കർത്താവെ. ഞങ്ങളെ സഹായിച്ചാട്ടെ, ശക്തീകരിച്ചാട്ടെ, ബലപ്പെടുത്തിക്കാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കൊരു പാട്ട് കൂടെ ചേർന്ന് പാടാം. ലോകമാം ഗംഭീര വാരിധിയിൽ. പഴയ പാട്ടാണ്, നമ്മുടെ പിതാക്കന്മാർ ചേർന്ന് പാടുന്ന പാട്ടായിരുന്നല്ലോ. നമുക്കൊന്നിച്ച് പാടി സഭായോഗത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്താം. ലോകമാം ഗംഭീര വാരിധിയിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകമാം ഗംഭീരവാരിധിയിൽ വിശ്വാസക്കപ്പലിലോടിയിട്ട് നിത്യവീടൊന്നുണ്ടവിടെയെത്തി കർത്തനോടു കൂടെ വിശ്രമിപ്പാൻ. ലോകമാം ഗംഭീരവാരിധിയിൽ വിശ്വാസക്കപ്പലിലോടിയിട്ട് നിത്യവീടൊന്നുണ്ടവിടെയെത്തി കർത്തനോടു കൂടെ വിശ്രമിപ്പാൻ. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും.
ശ്വാസം വരെയും യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി. യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നെന്നാലും കഷ്ടത്തിൻ കണ്ണുനീർ കോടിച്ചാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും ജീവനെന്നേശുവിൽ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ ശുദ്ധ പളുങ്കിൻ കടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം ഒത്തിടും ഞാൻ. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി. യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി. യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി. യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആ മനോഹരമായ ഗീതം പാടി അങ്ങേ വാഴ്ത്തുവാൻ, അങ്ങേ സ്തുതിക്കുവാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. ലോകമാം ഗംഭീര വാരുതിയിൽ വിശ്വാസ കപ്പലിൽ ഓടിയിട്ട് നിത്യ വീടൊന്നുണ്ട് അവിടെ എത്തി എൻ്റെ കർത്തനോട് ചേർന്ന് ഞാൻ വിശ്രമിക്കും എന്നുള്ള ആ വലിയ പ്രത്യാശ ഞങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളത്തിൽ കർത്താവ് തന്നിരിക്കുന്നതിനാൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ ചേർന്ന് വരുമ്പോൾ ആ പാട്ട് പാടി കർത്താവിനെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഈ മൺകൂടാരത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ ആ വലിയ പ്രത്യാശയെ ഓർത്ത് അങ്ങേ സ്തുതിക്കുവാനും ഒക്കെ ഞങ്ങൾക്ക് തരുന്ന ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ തന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. വീണ്ടും അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ അവിടെ ഞങ്ങളോട് ഇടപെടുമാറാകണം. അവിടുത്തെ സാന്നിധ്യവും ശക്തിയും ഞങ്ങൾ അനുഭവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കേണ്ടതിനായിട്ട് സമർപ്പിച്ച ഞങ്ങൾ ഒന്നിച്ച് അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നു. പ്രാർത്ഥനയോടും സമർപ്പണത്തോടും കൂടി നാം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ തിരുവചന വായനയ്ക്കായിട്ട് നാം പോവുകയാണ്. എല്ലാവരും കരങ്ങളിൽ ബൈബിളുള്ളവരെല്ലാവരും ബൈബിൾ എടുത്തായിട്ട് ബ്രദർ ആൻ്റണി എസ്.എ. ട്രിവാൻഡ്രം മുന്നോട്ട് കടന്നു വരികയും ബ്രദർ ആൻ്റണി ബൈബിൾ റീഡിങ്ങിൽ നമ്മളെ സഹായിക്കുകയും ചെയ്യും. അതിനായിട്ട് ഞാൻ കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കുന്നു. ബ്രദർ ആൻ്റണി എസ്.എ. 1 പത്രോസ് 5-ാം അധ്യായം. നിങ്ങളിലുള്ള മൂപ്പന്മാരെ, ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായ ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചു കൊള്ളുവിൻ. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാവണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല ഉന്മേഷത്തോടെയും. ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകളായി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യുവിൻ. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ഔവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ. എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ.
ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നോ താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിക്കുവിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. നിർമ്മതരായിരിക്കുവിൻ, ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുന്നോ എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്തു നിൽക്കുവിൻ. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യജേതസ്സിനായി വിളിച്ചിരിക്കുന്ന സർവ്വകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലം എന്നേക്കും അവനുള്ളത്. ആമേൻ. നിങ്ങളെ പ്രബോധിപ്പിച്ചും നിങ്ങൾ ഈ നിൽക്കുന്നത് ദൈവത്തിൻ്റെ സത്കൃപയിലാകുന്നു എന്നും സാക്ഷീകരിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിശ്വസ്ത സഹോദരൻ എന്ന് നിരൂപിക്കുന്ന സില്വാനോസ് മുഖാന്തരം ചുരുക്കത്തിൽ എഴുതിയിരിക്കുന്നു. നിങ്ങളുടെ സഹവർത്തിയായ ബാബിലോണിലെ സഭയും എനിക്ക് മകനായ മർക്കോസും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. സ്നേഹചുംബനത്താൽ തമ്മിൽ വന്ദനം ചെയ്യുവിൻ. ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ. വായിച്ചു കേട്ട അനുഗ്രഹീതമായ വേദഭാഗത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമുക്ക് ആ വേദഭാഗത്തിനായിട്ട് ദൈവം അതിൽ കൂടി നമ്മളെ അനുഗ്രഹിക്കേണ്ടതിനായിട്ട്, നമ്മളോട് സംസാരിക്കേണ്ടതിനായിട്ട്, ഈ ദിവസങ്ങളിൽ അതൊരു വലിയ അനുഗ്രഹമായി നമ്മുടെ ജീവിതത്തിലായിരിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. ആ വേദഭാഗത്തിനായിട്ട് കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വേദവചനമാണ് നാം ആ വായിച്ച് കേൾക്കുന്നത്. ഈ വേദപുസ്തകം ഭൂമിയിൽ നമുക്ക് എഴുതി നമ്മുടെ കരങ്ങളിൽ ലഭിക്കുന്നതിന് മുൻപേ ഇത് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരുന്ന പുസ്തകമാണെന്ന് വിശ്വസിക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നതും നാം സ്വർഗത്തിൽ ചേർക്കപ്പെട്ടതിന് ശേഷവും നമ്മുടെ കരങ്ങളിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നതുമായ ദൈവവചനമാണിത്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ കരങ്ങളിലെടുത്ത് വായിച്ച ദൈവവചനമാണിത്. ഹല്ലേലൂയ. ഈ വചനത്തിൽ കൂടെ നമ്മളോട് ദൈവം സംസാരിക്കുന്ന ദൈവിക ആലോചനകൾ അറിയിക്കുന്നതിനാൽ, നമുക്ക് വേണ്ടുന്നതെല്ലാം ഈ വചനത്തിൽ കൂടെ തന്നിരിക്കുന്നതിനാൽ ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ഒരാഴ്ചവട്ടം മുഴുവനും ആ തിരുവചനം നമ്മളോട് ഇടപെടട്ടെ, സംസാരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്നിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പണത്തോടെ ആയിരിക്കുമ്പോൾ തുടർമാനമായി നാം ചെയ്തു വരുന്നത് പോലെ ചില വിഷയങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റെടുത്ത് നാം ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. 5 വിഷയങ്ങളാണ് നാം പ്രാർത്ഥിക്കുന്നത്. പ്രധാനമായിട്ട് കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ച രക്ഷണീയ പ്രവൃത്തി ലോകമെമ്പാടും നമുക്ക് എത്തിക്കുവാനായിട്ട് നാം ഏറ്റെടുത്തിരിക്കുന്ന ആ മഹാദൗത്യം നിറപടിയായി നിവർത്തിക്കുവാൻ വേണ്ടുന്ന എല്ലാ കൃപകളും കർത്താവ് നമ്മുടെ മേൽ പകരേണ്ടതിനായിട്ട്, കണക്ക് തീർക്കുന്ന നാളിൽ കരങ്ങൾ ബലപ്പെട്ടിരിക്കുവാൻ, കർത്താവെ നീ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. രണ്ടാമത് ആ വലിയ ഉത്തരവാദിത്തത്തിനായിട്ട് ദ ഗേറ്റ് മിനിസ്ട്രീസിൻ്റെ ഉള്ളിൽ ആരംഭിച്ചിരിക്കുന്ന എല്ലാ പോഷക സംഘടനകൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദ ഗേറ്റ് ചർച്ചിനായിട്ട് പ്രാർത്ഥിക്കാം. സാറ്റർഡേയിലെ ബൈബിൾ ക്ലാസ് തുറന്നൂസിൻ്റെ പാഠശാലയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ടീച്ചേഴ്സ് ട്രെയിനിങ്, അതായത് അപ്രൂവ്ഡ് വർക്ക്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പ്രവർത്തനത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ TGTV 24 മണിക്കൂറും ഗ്രേസ് ഗോസ്പൽ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രേസ് TVക്കായിട്ട്, ദ TGTVക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹത്തോടെ അതൊക്കെ നിറവേറ്റുവാൻ കർത്താവ് നമ്മളെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. അതുപോലെ തന്നെ ഹിന്ദി മേഖലയിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അനേകർ ഈ സത്യം മനസ്സിലാകുവാൻ, സത്യവചനത്തെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ അനേകരെ ഈ കാലങ്ങളിൽ കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പലയിടങ്ങളിലായിട്ട് നമ്മൾ ആരംഭിച്ചിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകൾ, സഭായോഗങ്ങൾ നടക്കുന്നു. അതൊക്കെ അനുഗ്രഹീതമായ നിലയിൽ നടത്തേണ്ടതിനായിട്ട് കർത്താവിൻ്റെ ദാസന്മാരെ ദൈവം ബലപ്പെടുത്തേണ്ടതിനായിട്ട് പ്രത്യേക കൃപ അവരുടെ മേൽ പകർന്ന് ദൈവിക ആലോചന പ്രകാരം അവർ മുന്നോട്ട് കാര്യങ്ങളെ നടത്തുവാൻ ദൈവം അവരെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ഉത്തർപ്രദേശിൽ, അതുപോലെ ഒറീസയിൽ, അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ ഒക്കെ പല സ്ഥലങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ കർത്താവ് ബലപ്പെടുത്തേണ്ടതിനായിട്ട്, ശക്തീകരിക്കേണ്ടതിനായിട്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. അതിലൂടെ എല്ലാം കർത്താവിൻ്റെ നാമം മഹിമപ്പെടുവാൻ ദൈവം നമ്മളെ സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. കൂടാതെ പലരും പ്രാർത്ഥനയ്ക്കായിട്ട് പല വിഷയങ്ങൾ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ, ആ ശരീരത്തിൻ്റെ ഭാഗമായ
നമ്മുടെ സഹോദരീ സഹോദരങ്ങൾ പലവിധമായ പ്രയാസങ്ങളാൽ കഷ്ടം അനുഭവിക്കുമ്പോൾ, പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മളെ അറിയിച്ചിരിക്കുമ്പോൾ ചേർന്ന് നമുക്കൊന്നിച്ച് അത് ഏറ്റെടുത്ത് നമ്മുടെ തലയായ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയിക്കുവാൻ, ദൈവത്തെ നമ്മുടെ ഭാരങ്ങൾ അറിയിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നിങ്ങളുടെ വിഷയങ്ങൾ എന്തു തന്നെയായിരുന്നാലും അത് സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കാം. ഹല്ലേലൂയ. അതിൻ്റെ മേൽ കർത്താവിൻ്റെ കരം അനുകൂലമായി കാണുവാൻ, നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ മനസ്സിനെ ദൈവിക ശക്തിയാൽ നിറയ്ക്കുവാൻ, സമാധാനിപ്പിക്കുവാൻ, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം അതിനു മേൽ വ്യാപരിക്കുവാൻ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പലര് രോഗങ്ങളിൽ ഭാരപ്പെടുന്നവരുണ്ട്, പലര് വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ മാനസികമായ പ്രയാസങ്ങളാൽ, സാമ്പത്തികമായ ഞെരുക്കങ്ങളാലൊക്കെ ഭാരപ്പെടുന്ന പലര് നമ്മുടെ ഇടയിലുണ്ട്. അവരെയൊക്കെ ദൈവം സഹായിക്കേണ്ടതിനായിട്ടും ഈ ലോകത്തിൽ നമുക്ക് വേണ്ടുന്നത് ഇന്നതെന്ന് കർത്താവ് അറിയുന്നു. അതിന് പ്രകാരം നമ്മളെ നയിക്കുവാൻ, അതിനുമേൽ കർത്താവിൻ്റെ കരം അനുകൂലമായി കാണുവാൻ, സമാധാനത്തെയും ദൈവിക വിടുതലിനെയും ഒക്കെ കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കടന്നു വന്നിരിക്കുന്ന മറ്റെല്ലാവർക്കുമായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവം തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഭവനത്തിൽ നിന്ന് അനേകരായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന അനേകരുണ്ട്. അവരെയൊക്കെ കർത്താവ് ബലപ്പെടുത്തേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രവർത്തനങ്ങളുടെ മേഖലകൾ വിസ്തൃതമാക്കേണ്ടതിനായിട്ട്, അതിരുകൾ വിസ്താരമാക്കപ്പെടേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. വിശേഷാൽ ഇന്നത്തെ വിശുദ്ധ സഭായോഗത്തെ ദൈവം കയ്യേറ്റിരിക്കാൽ അനുഗ്രഹത്തോട് ദൈവിക സാന്നിധ്യം നമ്മൾ അനുഭവിക്കുവാൻ ഇടയാക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മീറ്റിങ്ങിൽ ഒന്നിച്ച പലരുമായിട്ട് പലരും നമ്മളോട് ചേർന്നായിരിക്കുന്നു, പല വിഷയങ്ങളുമായിട്ടായിരിക്കുന്നു. പലരും പ്രാർത്ഥനയ്ക്കായിട്ട് ആവശ്യങ്ങളുണ്ടെങ്കിലും പറയുവാൻ കഴിയാതെ ആയിരിക്കുന്നു. അവരവരുടെ ഹൃദയങ്ങളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന ആ എല്ലാ വിഷയങ്ങളിലും കർത്താവിൻ്റെ കരം അനുകൂലമായി കാണുവാൻ, ദൈവിക വിടുതലും സൗഖ്യവും സമാധാനവും ദൈവത്തിൻ്റെ അനുഗ്രഹവും ഒക്കെ ആ വിഷയത്തിൽ കാണുവാൻ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് സമസ്ത വിഷയങ്ങളും കർത്താവിൻ്റെ പാദപിടുത്തങ്ങളിലേക്ക് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. നമുക്കെല്ലാവർക്കും കൂടെ ഒന്നിച്ച് ചേർന്ന് ഈ പറഞ്ഞു കേട്ട എല്ലാ വിഷയങ്ങളെയും ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഹല്ലേലൂയ. ഞങ്ങൾ ഒന്നിച്ച് അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്ന സമസ്ത വിഷയങ്ങൾക്കായിട്ട് ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ അറിയിക്കുന്നതിന് മുമ്പേ കർത്താവ് സകലവും അറിഞ്ഞിരിക്കാൻ, ഹല്ലേലൂയ, ഞങ്ങൾ ഇതിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. എങ്കിലും കർത്താവ് ഞങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ ഇറക്കി വയ്ക്കുന്നു. കർത്താവെ, അതിന്മേൽ തൃക്കരം വെച്ചിരിക്കാൻ ഞങ്ങൾ ഇതിന് നന്ദിയോടെ സ്തുതിക്കുന്നു. സമാധാനത്തെ, സൗഖ്യത്തെ, സന്തോഷത്തെ, വിടുതലിനെ ഒക്കെ കർത്താവ് അയച്ചിരിക്കാൻ ഞങ്ങൾ ഇതിന് നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ പരിശുദ്ധ ആത്മാവിനാൽ നീ ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനാൽ ഞങ്ങൾ ഇതിന് നന്ദിയോടെ വാഴ്ത്തുന്നു. ഇന്നത്തെ വിശുദ്ധ സഭായോഗം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാൻ, അവിടുത്തെ ശക്തി ഞങ്ങളുടെ മൺകൂടാരത്തിൽ വ്യാപരിക്കുന്നത് ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ഞങ്ങളോട് ഇടപെടും. ഹല്ലേലൂയ. കർത്താവ്, അവിടുത്തെ വാചനത്തിൻ്റെ വാതിലുകൾ ഞങ്ങളുടെ മുന്നിൽ തുറന്നു തരും. തിരുനാമത്തെ ഒന്നിച്ചുയർത്തുവാൻ ഞങ്ങളെ സഹായിക്കും. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കണം സ്വർഗ്ഗ നല്ല പിതാവേ. ആമേൻ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഒന്നിച്ച് നാം ദൈവിക സാന്നിധ്യം അനുഭവിപ്പാനും ദൈവവചനത്തിൽ നിന്ന് ശ്രദ്ധിക്കുവാനും അതിന് മുന്നിൽ ചെവി കൊടുക്കുവാനും ദൈവം നമ്മളെ സഹായിക്കുന്നതിനാൽ ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് നാം വചനചിന്തയ്ക്കായിട്ട് കടക്കുകയാണ്. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് അപ്പോസ്തലനായ പത്രോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 18-ാമത്തെ വാക്യം വായിക്കുവാനായിട്ട് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. 1 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. അതിങ്ങനെ പറയുന്നു: ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടമനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. അതിൻ്റെ ആ പ്രാരംഭ ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ സംസാര വിഷയം. അതായത് ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടമനുഭവിച്ചു. ഈ വചനത്തിൽ കൂടി ദൈവം നമ്മളോട് സംസാരിക്കേണ്ടതിനായിട്ട് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഇന്ന് ഈ ഒരു വിഷയത്തിൽ കൂടി പൗരോഹിത്യം, ക്രിസ്തീയ പൗരോഹിത്യം എന്നൊരു വിഷയത്തിൽ അല്പം കയറുവാനും അതെന്താണ് അതിൽ കൂടെ ദൈവം ആഗ്രഹിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കുവാനും ഒന്നിച്ച് ചേർന്ന് ചിന്തിക്കുവാനും ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഈ വിഷയം എടുക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ക്രിസ്ത്യൻഡത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ അപജയങ്ങളിൽ, അതായത് പരാജയങ്ങളിൽ ഒരു പ്രധാന പരാജയമാണ് നാം ആത്മീക ഇസ്രായേലാണ് എന്നൊരു വിശ്വാസം. സ്പിരിച്വൽ ഇസ്രായേൽ ആണ് ക്രിസ്ത്യാനികൾ എന്നൊരു വിശ്വാസം നമ്മുടെ ക്രിസ്തീയ ഗോളത്തിൽ വന്നിരിക്കുന്നതിനാൽ സംഹൗ
നമ്മൾ ഓൾമോസ്റ്റ് ഒരു യഹൂദിയ വിശ്വാസത്തിൽ അകപ്പെട്ടു പോയിരിക്കുന്നു. ഒരു വലിയ നീർച്ചുഴിയിൽ അകപ്പെട്ടു പോയിരിക്കുന്നത് പോലെ നാം അതിനുള്ളിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാവുന്ന നിലയിൽ നാം ആത്മീക ഇസ്രായേലാണ് എന്നൊരു ബോധ്യം നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ വന്നിരിക്കുന്നു. ഒരു 99% ക്രിസ്ത്യാനികളും ആ നിലയിൽ വിശ്വസിച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിളി എന്താണ്, നമ്മുടെ തിരഞ്ഞെടുപ്പ് എന്താണ്, നമ്മുടെ പ്രത്യാശ എന്താണ്, വാഗ്ദത്തം എന്താണ്, കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തിയുടെ മഹിമ എന്താണ് എന്ന് നമുക്ക് വേണ്ടും വണ്ണം മനസ്സിലാക്കുവാൻ കഴിയാതെ പോകുന്നു, അതിനുവേണ്ടി ഒരുങ്ങുവാൻ കഴിയാതെ പോകുന്നു. അതുകൊണ്ട് ആ വിഷയത്തെ ഒന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാൻ അതിൻ്റെ പല ഡയമെൻഷനുകൾ, പല വശങ്ങൾ ഞാൻ കഴിഞ്ഞ നാളുകളിലൊക്കെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ എന്നെ ഏറ്റവും അധികം മതിക്കുന്ന ഒരു വിഷയമാണത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഞാൻ ഈ വിഷയം തന്നെയാണ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. നമ്മൾ എത്യോപ്യക്കാരൻ ഷണ്ണൻ്റെ കാര്യം പഠിക്കുമ്പോഴും കൊർന്നലിയോസിൻ്റെ ഭവനത്തിലെ പത്രോസ് അപ്പോസ്തലൻ്റെ ശുശ്രൂഷ പഠിക്കുമ്പോഴും ഒക്കെ ഞാൻ അതിൽ കൂടെ പറയുവാൻ ആത്യന്തികമായിട്ട് ഉദ്ദേശിക്കുന്നത്, ക്രിസ്ത്യാനികൾ യഹൂദിയ വിശ്വാസത്തിലല്ല, നമ്മുടെ വിളിയും നമ്മുടെ തിരഞ്ഞെടുപ്പും കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തിയിലെ വിശ്വാസത്താലാണ് എന്ന് ഇന്ന് ക്രിസ്ത്യൻഡത്തിന് മനസ്സിലാകുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിപ്ലവകരമായ മാറ്റമാണ് ക്രിസ്തീയ വിശ്വാസത്തിൽ അല്ലെങ്കിൽ ക്രിസ്തീയ ഗോളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ഒരു ഫിനോമിനൽ ചേഞ്ച് ആ ക്രിസ്തീയ ഗോളത്തിൽ ഉണ്ടാകുവാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും അല്പാൽപമായിട്ടെങ്കിലും പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കുവാനായിട്ടാണ് എൻ്റെ എളിയ കഴിവിലും അറിവിലും ഞാൻ ശ്രമിക്കുന്നത്. ഒന്നിച്ച് നിങ്ങളോട് എൻ്റെ കൂടെ ആയിരിക്കാൻ ഞാൻ കർത്താവിൽ നിങ്ങളോട് വിനീതമായിട്ട് ഓർപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ പൗരോഹിത്യത്തിലേക്ക് കടക്കും. അല്പം പൗരോഹിത്യ വിഷയങ്ങൾ ചിന്തിച്ചതിന് ശേഷം കഴിയുമെങ്കിൽ ഇന്ന് നമുക്ക് ഫിനിഷ് ആക്കുവാൻ നോക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ചയിലും അത് കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വരും. തുടർന്ന് അതിൽ കൂടെ ന്യായപ്രമാണവും അങ്ങനെ കാട്ടൊലിവായിരുന്നു നമ്മളെ എങ്ങനെ വെട്ടി നല്ല ഒലിവിൽ ഒട്ടിച്ചു, എങ്ങനെ നമുക്ക് നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പായി എന്നുള്ളൊരു വിഷയത്തിലേക്കാണ് ഞാൻ വരുന്നത്. ഒരു പക്ഷെങ്കിൽ ചില ദിവസങ്ങൾ നമുക്കിത് കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. എന്നാലും നമുക്കൊരു പ്രത്യേക ടാർഗറ്റോടുകൂടി നമ്മളൊരു വിഷയത്തിലേക്ക് വരികയാണ്. എല്ലാവരും ശ്രദ്ധയോടും സമർപ്പണത്തോടും കൂടി ഈ വിഷയത്തെ കാണുവാനായിട്ട് ഞാൻ വിശേഷാൽ ഓർപ്പിക്കുകയാണ്. ഈ പൗരോഹിത്യം എന്നൊരു വിഷയമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. അത് എന്തിന് ചിന്തിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ആ പൗരോഹിത്യം മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളുമായിട്ടുള്ള ബന്ധം എന്താണ് എന്ന് നമുക്ക് അറിയുവാനായിട്ട് കഴിയും. യഹൂദിയ മശിഹ, യഹൂദിയ വിശ്വാസത്തിൽ ദൈവം കൽപ്പിച്ചാക്കിയ ഒരു വലിയ ശുശ്രൂഷയാണ് പൗരോഹിത്യം. ഇന്ന് ഈ പൗരോഹിത്യത്തിൻ്റെ പ്രാധാന്യത എന്താണ് ക്രിസ്തീയ വിശ്വാസത്തിൽ അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്നാണ് നമ്മൾ ഒന്നിച്ച് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. എൻ്റെ കൂടെ ഈ കാര്യങ്ങളെ നമുക്ക് ക്രമമായിട്ടും ആ വചനത്തിൻ്റെ റെഫറൻസിൽ ആ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതിൽ കൂടി ഉള്ള സത്യാവസ്ഥ നമുക്ക് മനസ്സിലാവുകയും അതിൽ നമുക്ക് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പ് എന്താണെന്ന് അല്പം കൂടെ ഉറയ്ക്കുവാൻ ദൈവം അതിലൂടെ നമ്മളെ സഹായിക്കുകയും ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പൗരോഹിത്യം ഇന്ന് നമുക്ക് വിശേഷാൽ എക്യുമെനിക്കൽ ചർച്ചുകളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പട്ടത്ത സമ്പ്രദായം അവിടെ കാണാം. ഒരു പട്ടത്തത്തിലെ വിവിധ വകുപ്പുകൾ ഒക്കെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. പൊതുവെ പൗരോഹിത്യ ശുശ്രൂഷകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഷെമാശൻ അതിൻ്റെ ചില വകുപ്പുകളാണ്. ഷെമാശൻ, പട്ടക്കാരൻ, അതിൻ്റെ മേലെ മെത്രാൻ്റെ മേലെ മെത്രപ്പോലിത്ത, പിന്നെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കർദിനാൾ, പോപ്പ് എന്നൊക്കെ പറയുമ്പോഴത്തേന് മാക്സിമസ്, പൊന്തിഫ് എന്ന് പറയുന്ന ഏറ്റവും ചീഫ് ആയിട്ടുള്ള ആളാണ്. അതിൻ്റെ താഴെ കർദിനാൾമാർ, അതിൻ്റെ താഴെയാണ് മെത്രാപ്പോലിത്ത, മെത്രാന്, പട്ടക്കാരന്, ഷെമാശന്. ആ ഒരു ഹയറാർക്കി അങ്ങനെയാണ്. ആ ഒരു പട്ടത്ത സമ്പ്രദായത്തിലെ ഹയറാർക്കിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ പൗരോഹിത്യം ബൈബിളിൽ പറയുന്ന യഹൂദിയ പൗരോഹിത്യവുമായിട്ട് പ്രത്യേകിച്ച് കണക്ഷനൊന്നുമില്ല. അതുമായിട്ട് യാതൊരു ബന്ധവും നമുക്ക് ആക്ച്വലി കാണുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ പൗരോഹിത്യത്തിലൊക്കെ നമ്മൾ എത്തിച്ചേർന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ അത് വിവരിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷം എന്നുണ്ടെങ്കിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും ഇവിടെ വെച്ച് തന്നെ നിർത്തിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഓൺലൈനിലുള്ളവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എവിടുന്ന് ആ പൗരോഹിത്യം വന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ തൽക്കാലം കടക്കുന്നില്ല. ഇതും ബൈബിളിൽ പറയുന്ന പൗരോഹിത്യവുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ് നമ്മുടെ വിഷയം. അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് കൂടുതലും പോകുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഈ ക്രിസ്തീയ പൗരോഹിത്യം നമ്മൾ കാണുന്ന ഇന്നത്തെ ആ ഒരു പൗരോഹിത്യമല്ല യഹൂദിയ പൗരോഹിത്യം എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദൈവം യഹൂദിയ വിശ്വാസത്തിൽ
വിളിച്ചിറക്കിയ ദൈവജനമായ വാഗ്ദത്തം ലഭിച്ച ദൈവജനത്തിന് ദൈവം കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ് പൗരോഹിത്യ ശുശ്രൂഷ. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അവർ യാഗങ്ങളും വഴിപാടുകളും അർപ്പിക്കുവാൻ ദൈവം പുരോഹിതനെ കൽപ്പിച്ചാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം, പുരോഹിതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുന്ന ആളാണ് പുരോഹിതൻ എന്ന് പറയുന്നത്. വൈസ് വേഴ്സ, ദൈവത്തിൻ്റെ കാര്യങ്ങൾ നമ്മളെ അറിയിക്കാനുള്ള ദൈവിക ആലോചനകൾ നമ്മളെ അറിയിക്കുന്നവരാണ് പ്രവാചകന്മാരെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുന്നവരാണ് പുരോഹിതന്മാർ. ഈ പൗരോഹിത്യ ശുശ്രൂഷ ദൈവം കൽപ്പിച്ചാക്കാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി യാഗങ്ങളും വഴിപാടുകളും അർപ്പിക്കുവാൻ ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. എബ്രായ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം അവിടെ പറയുകയാണ്, ഏത് മഹാപുരോഹിതനും വഴിപാടും യാഗവും അർപ്പിപ്പാൻ നിയമിക്കപ്പെടുന്നു. കണ്ടോ, ഏത് പുരോഹിതനെയും മഹാപുരോഹിതനെയും വഴിപാടും യാഗവും അർപ്പിക്കുവാൻ ദൈവം നിയമിച്ചിരിക്കുന്നതാണ്. പാപിയായിരുന്ന മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുവാൻ ദൈവം അന്ന് കൽപ്പിച്ചു കൊടുത്ത മാർഗത്തിൻ്റെ ശുശ്രൂഷക്കാരായിരുന്നു പുരോഹിതന്മാർ. ഹല്ലേലൂയ. ദൈവം ഒരു പൗരോഹിത്യ ശുശ്രൂഷ ദൈവം കൽപ്പിച്ചാക്കിയിരുന്നതാണ്. അവർ ശുശ്രൂഷിക്കേണ്ടുന്നത് എവിടാണ്? ദൈവാലയത്തിലാണ്. അതുകൊണ്ട് തന്നെ ദൈവം ദൈവാലയത്തെ നിർമ്മിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ശുശ്രൂഷിക്കാനുള്ള സ്ഥലം വേണം. അതിനുവേണ്ടി ദൈവ ആലയം, അതായത് ദൈവിക സാന്നിധ്യം ഇറങ്ങി വരുന്ന ഇവർക്ക് കടന്നു ചെന്ന് ശുശ്രൂഷിക്കുവാനായി, യാഗങ്ങളും വഴിപാടുകളും ദൈവത്തിൻ്റെ സന്നിധിയിൽ അർപ്പിക്കുവാനായി ദൈവം അവർക്ക് ദൈവാലയം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. പുറപ്പാട് പുസ്തകം 25-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യവും 40-ാമത്തെ വാക്യവും ഞാൻ പെട്ടെന്നൊന്ന് വായിക്കാം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ഇതെല്ലാം വളരെ കൃത്യമായിട്ട്, വളരെ റോഡ് മാപ്പ് ക്ലിയറായിട്ട് വരച്ചു കൊടുക്കുന്നു. അതിൽ ദൈവം ഓരോ കാര്യങ്ങളും ദൈവജനത്തിന് കൊടുത്തിരിക്കുക. വിളിച്ചിറക്കിയിരിക്കുന്ന വാഗ്ദത്ത പ്രകാരം കനാൻ ദേശം ഓഫർ ചെയ്തിരിക്കുന്ന ദൈവജനത്തിന് ദൈവം കൊടുത്തിരിക്കുക. അവരുടെ ആലയം പണിയാൻ ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ. ആരുടെ നടുവിൽ? ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണമെന്ന് പുറപ്പാട് പുസ്തകത്തിൽ ദൈവം വിശുദ്ധന്മാർ മോശെ മുഖാന്തരം ജനത്തെ അറിയിക്കുക. അതിന് 40-ാമത്തെ വാക്യം. അതിന് 40-ാമത്തെ വാക്യത്തിൽ പറയാം, പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന മാതൃക പ്രകാരം അവയെ ഉണ്ടാക്കുവാൻ സൂക്ഷിച്ചു കൊള്ളണം. ദൈവം പർവ്വതത്തിൽ വെച്ച് അതിൻ്റെ മാതൃക കാണിച്ചു കൊടുത്തിരിക്കുക. എങ്ങനെ ഈ ആലയം ചെയ്യണം, ഓരോന്നിൻ്റെ നീളം എത്രയാണ്, ഹോളി ഓഫ് ഹോളീസ്, അതിപരിശുദ്ധ സ്ഥലം, പരിശുദ്ധ സ്ഥലം, പ്രാകാരം, അങ്ങനെ ഓരോന്നും ചെയ്യുവാനും അതിൻ്റെ ഡയമെൻഷൻസ് എത്രയാണ്, അതിന് ഏത് തടി കൊണ്ട് പണിയണം, എന്തുകൊണ്ട് പൊതിയണം, എല്ലാ കാര്യങ്ങളും A to Z ഡീറ്റെയിൽസ് അതിനകത്തിൽ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ കാണിച്ചു കൊടുത്തിരിക്കുന്ന, അതായത് പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന മാതൃക പ്രകാരം അവയെ ഉണ്ടാക്കുവാൻ സൂക്ഷിച്ചു കൊള്ളണം. അങ്ങനെ ആലയം നിർമ്മിക്കുവാൻ, ദൈവാലയം നിർമ്മിക്കുവാനായിട്ട് ദൈവം അവരോട് കൽപ്പിക്കുക. അതുപോലെ തന്നെ വളരെ പ്രിസൈസ്ലി ദൈവം വളരെ പ്ലാൻഡായിട്ട് അവർക്ക് അവിടെ ശുശ്രൂഷിക്കുവാൻ പുരോഹിതനെ നിയമിച്ചാക്കുക. ഈ പുരോഹിതനെയൊക്കെ നിയമിച്ചാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് കയറി വരേണ്ടുന്ന ഒരാളാണ്. മനുഷ്യർക്ക് വേണ്ടി ദൈവത്തിൻ്റെ ഇടയിൽ ഇടനിലക്കാരനായിട്ട് നിൽക്കേണ്ടുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ പദവിയാണ് പൗരോഹിത്യ ശുശ്രൂഷ അല്ലെങ്കിൽ പുരോഹിതൻ എന്ന് പറയുന്നത്. അതൊരു ചെറിയ ഉദാഹരണത്തിൽ കൂടെ നിങ്ങളെ ഞാനൊന്ന് കാണിക്കാൻ ശ്രമിക്കാം. അതായത് പൗരോഹിത്യ വസ്ത്രം, പുരോഹിതൻ ധരിക്കേണ്ടുന്ന ഒരു പ്രത്യേക വസ്ത്രമുണ്ട്, പൗരോഹിത്യ വസ്ത്രം. അതിന് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഏകദേശം ഐഡിയ പിടികിട്ടും എന്താണ് ദൈവം ഈ പുരോഹിതനിൽ കൂടി ആഗ്രഹിക്കുന്നത്, ആ പുരോഹിതനും മറ്റുള്ള ജനവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. കാര്യം ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന ഒരു പ്രത്യേക പൊസിഷനാണ്. വിളിച്ചാക്കിയിരിക്കുന്ന ജനത്തിൻ്റെ പ്രതിനിധിയായിട്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് കയറി വരുവാൻ ഉള്ള ഒരു ഇടനിലക്കാരൻ, വഴിപാടും യാഗവും ഒക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അർപ്പിക്കുവാനായി ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന ആൾ. അദ്ദേഹം ധരിക്കേണ്ടുന്ന വസ്ത്രം 28-ാമത്തെ പുറപ്പാട് പുസ്തകം, ഈ പുറപ്പാട് പുസ്തകത്തിലും ലേവ്യ പുസ്തകത്തിലും ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ലേവ്യ പൗരോഹിത്യത്തിനെ കുറിച്ചുള്ള ഒത്തിരി ഡീറ്റെയിൽസുകൾ കാണുവാനായിട്ട് കഴിയും. ചില വിഷയങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാര്യം എൻ്റെ ഇവിടുത്തെ വിഷയം ഈ യഹൂദിയ പൗരോഹിത്യം, നമ്മൾ ഈ കാണുന്ന അഹരോന്യ പൗരോഹിത്യം അല്ലെങ്കിൽ ലേവ്യ പൗരോഹിത്യം, അതെന്താണ്, അതിൻ്റെ പർപ്പസ് എന്തായിരുന്നു, അത് നമ്മളുമായിട്ടുള്ള ബന്ധം എന്താണ്
എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ഈ കാര്യങ്ങളെ കുറേയൊക്കെ അപഗ്രഥിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതാണ് ഞാൻ ഇതിൽ കൂടി അർത്ഥമാക്കുന്നത്. ക്രിസ്തീയ വിശ്വാസവും ഈ പൗരോഹിത്യവും ഒക്കെ ആയിട്ട് എന്താണ് കണക്ഷൻ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കുവാനായിട്ടാണ് ഞാൻ കൂടുതലും ഈ കാര്യങ്ങൾ ഇന്ന് മനസ്സിലാക്കി തരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പുറപ്പാട് പുസ്തകം 28-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. ഇത് മുഴുവനും വായിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു അധ്യായം മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ ഈ പുരോഹിതനിടേണ്ട ഡ്രസ്സിൻ്റെ പ്രത്യേകതയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്തുമാത്രമാണെന്ന്. ചില വാക്യങ്ങൾ മാത്രം ഞാനൊന്ന് വായിക്കാം. 28-ന്റെ 1 മുതൽ, നിന്റെ സഹോദരനായ അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് നിന്റെ അടുക്കൽ വരുത്തുക. അഹരോനെയും അഹരോൻ്റെ പുത്രന്മാരായ നാദാബ്, അബീഹു, എലയാസർ, ഈഥമാർ എന്നിവരെയും തന്നെ. നിന്റെ സഹോദരനായ അഹരോന് വേണ്ടി മഹത്വത്തിനും അലങ്കാരത്തിനുമായി വിശുദ്ധ വസ്ത്രം ഉണ്ടാക്കണം. എങ്ങനെ? അഹരോന് വേണ്ടി മഹത്വത്തിനും അലങ്കാരത്തിനുമായി വിശുദ്ധ വസ്ത്രം ഉണ്ടാക്കണം. അഹരോൻ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം അവനെ ശുദ്ധീകരിക്കേണ്ടതിന് അവന് വസ്ത്രം ഉണ്ടാക്കണമെന്ന് ഞാൻ ആത്മാവുകൊണ്ട് നിറച്ചിരിക്കുന്ന സകല ജ്ഞാനികളോടും നീ പറയണം. ഈ വസ്ത്രം ഉണ്ടാക്കേണ്ടുന്ന ടൈലർമാർ അത് പ്രത്യേക ജ്ഞാനാത്മാവിനാൽ ദൈവം നിറച്ചിരിക്കുന്നവരാണ്. അവരോട് പ്രത്യേക ഇൻസ്ട്രക്ഷൻ കൊടുക്കണമെന്ന് പറയുക. അവർ ഉണ്ടാക്കേണ്ടുന്ന വസ്ത്രമോ പതക്കം, ഏഫോദ്, നീളക്കുപ്പായം, ചിത്രത്തയ്യലുള്ള നിലയങ്കി, മുടി, നടുക്കെട്ട് എന്നിവ തന്നെ. നിന്റെ സഹോദരനായ അഹരോൻ എനിക്ക് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവനും അവൻ്റെ പുത്രന്മാർക്കും വിശുദ്ധ വസ്ത്രം ഉണ്ടാക്കണം. അതിന് പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ എടുക്കണം. പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് നെയ്ത്തുകാരൻ്റെ ചിത്രപ്പണിയായി ഏഫോദ് ഉണ്ടാക്കണം. താപ്പോട്ട് വായിച്ചു കഴിഞ്ഞാൽ ഈ ഒരു അധ്യായം മുഴുവനും ഇതാണ്. ഞാൻ എല്ലാം വായിക്കുന്നില്ല, ചില ഭാഗങ്ങൾ നിങ്ങളെ ഒന്ന് കാണിക്കാതിരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാനൊന്ന് അതൊന്ന് ഹൈലൈറ്റ് മാത്രം ഒന്ന് വായിക്കാം. 17-ാമത്തെ വാക്യം കണ്ടില്ല, അവിടെ പറയാണ്, അതിൽ കൽപ്പതിപ്പായി 4 നിര കല്ല് പതിക്കണം. താമ്രമണി, പീതരത്നം, മരതകം എന്നിവ 1-ാമത്തെ നിര. ഈ ഡ്രസ്സിൽ ഇത് വജ്രങ്ങളും ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള കല്ലുകളുമാണ്. മനസ്സിലായി? ഏറ്റവും ഭയങ്കര കല്ലുകൾ, വജ്രങ്ങൾ, രത്നങ്ങൾ അതിൽ പതിക്കണമെന്ന് പറയുക. അതിൽ കൽപ്പതിപ്പായി 4 നിര കല്ല് പതിക്കണം. താമ്രമണി, പീതരത്നം, മരതകം എന്നിവ 1-ാമത്തെ നിര. 2-ാമത്തെ നിര മാണിക്യം, നീലക്കല്ല്, വജ്രം. 3-ാമത്തെ നിര പത്മരാഗം, വൈഡൂര്യം, സുഗന്ധിക്കല്ല്. 4-ാമത്തെ നിര പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം. അവ അതത് തടത്തിൽ പൊന്നിൽ പതിച്ചിരിക്കണം. മനസ്സിലായോ? ഓരോന്നിലും പൊന്നിൻ്റെ മേൽ അത് പതിച്ചിരിക്കണം. താഴോട്ട് വായിക്കുക, ഓരോന്നും വായിച്ചു കഴിഞ്ഞാൽ 23-ാമത്തെ വാക്യം വായിക്കാം. പതക്കത്തിന് പൊന്നുകൊണ്ട് 2 വട്ടക്കണ്ണി ഉണ്ടാക്കി പതക്കത്തിൻ്റെ 2 അറ്റത്തും വട്ടക്കണ്ണി ഉണ്ടാക്കണം. പൊന്നുകൊണ്ട് മുറിച്ച് കുത്തുപണിയായ സരപ്പളി 2ഉം പതക്കത്തിൻ്റെ അറ്റങ്ങളിലുള്ള വട്ടക്കണ്ണി 2ലും കൊളുത്തണം. പോരുക, ഞാൻ ഈ താപ്പോട്ട് പോരുക. പൊന്നുകൊണ്ടുള്ള വേറെ 2 വട്ടക്കണ്ണി ഉണ്ടാക്കി ഏഫോദിൻ്റെ മുൻഭാഗത്ത് അതിൻ്റെ 2 ചുമൽക്കണ്ടത്തിന്മേൽ താഴെ അതിൻ്റെ ഇണപ്പിനരികെ ഏഫോദിൻ്റെ നടുക്കെട്ടിന് മേലായി വയ്ക്കണം. ഇതെല്ലാം വായിച്ചു കഴിഞ്ഞാൽ ഏഫോദിൻ്റെ അങ്കി മുഴുവനും നീലനൂൽ കൊണ്ടുണ്ടാക്കണം. നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ എന്നിവ കൊണ്ടും ചുറ്റും അതിൻ്റെ വെളുമ്പിൽ മാതളപ്പഴങ്ങളും അവയുടെ ഇടയിൽ ചുറ്റും പൊന്നുകൊണ്ട് മണികളും ഉണ്ടാക്കണം. അങ്കിയുടെ വെളുമ്പിൽ ചുറ്റും ഒരു പൊന്മണി, ഒരു മാതളപ്പഴം, ഒരു പൊന്മണി, ഒരു മാതളപ്പഴം ഇങ്ങനെ വെക്കണം. ഓരോന്നോരോന്ന്, ഒരു പൊന്മണി, പിന്നെ ഒരു മാതളപ്പഴം, ഒരു പൊന്മണി, ഒരു മാതളപ്പഴം, അങ്ങനെ അങ്കിയുടെ ചുറ്റും അത് വയ്ക്കണം. തങ്കം കൊണ്ടൊരു പട്ടമുണ്ടാക്കി അതിൽ യഹോവയ്ക്ക് വിശുദ്ധം എന്ന മുദ്രക്കൊത്തായി കൊത്തണം. എന്താ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്? 40-ാമത്തെ വാക്യം. അഹരോന്റെ പുത്രന്മാർക്ക് മഹത്വത്തിനും അലങ്കാരത്തിനുമായിട്ട് അങ്കി, നടുക്കെട്ട്, തലപ്പാവ് എന്നിവ ഉണ്ടാക്കണം. ഞാൻ ഈ ഒരു അധ്യായത്തിൽ കൂടെ കാണിക്കാൻ ശ്രമിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ പൗരോഹിത്യ വസ്ത്രമാണ്, പുരോഹിതൻ ധരിക്കേണ്ടുന്ന വസ്ത്രമാണ്. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് പുരോഹിതൻ ഒരു സാധാരണക്കാരനല്ല, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കയറി ചെല്ലേണ്ടുന്ന ജനത്തിൻ്റെ പ്രതിനിധിയായിട്ട് ദൈവത്തിൻ്റെ ഇടയിൽ നിൽക്കേണ്ടുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ജനമെല്ലാവരും അദ്ദേഹത്തെ അംഗീകരിക്കുകയും മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടുന്ന മാന്യത ലഭിക്കാൻ വേണ്ടി ഒരു പ്രത്യേക വസ്ത്രം. ഈ വസ്ത്രത്തിന് ഇന്നത്തെ വില നോക്കിക്കഴിഞ്ഞാൽ കുറഞ്ഞത് ഒരു 50 കോടി രൂപയുടെ മേലെ
വില വരും. ഞാനൊരു ഉദ്ദേശം പറഞ്ഞു, ഒരു 50 കോടി രൂപയുടെ മേലെ വില വരുന്ന ഒരു വസ്ത്രമാണിത്. ഇതാണ് മഹാപുരോഹിതൻ്റെ വസ്ത്രം. മനസ്സിലായോ? ഇത് വളരെ സ്പെസിഫിക് ആയിട്ട് ദൈവം അവർക്ക് പറഞ്ഞു കൊടുത്തതും ചെയ്യിച്ചിരിക്കുന്നതുമായിട്ടുള്ള ഒരു പ്രത്യേക വസ്ത്രമാണ്. അത് ഒരു പ്രത്യേക പദവി ആയതുകൊണ്ടാണ് ദൈവം അങ്ങനെ ചെയ്യിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ അടുത്ത് വരുന്നത് കൊണ്ടും ജനത്തിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ടുമാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി വേറൊരു കാര്യം ഇതിനകത്തിൽ മനസ്സിലാക്കേണ്ടത്, ഈ പൗരോഹിത്യം എല്ലാവർക്കും കിട്ടുന്ന പൗരോഹിത്യമല്ല. ഇന്നത്തെ പോലെ നാം കണ്ടുവരുന്ന പൗരോഹിത്യം പോലെ ആർക്കും പുരോഹിതനാകണമെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ BTHനോ BDക്കോ ഒക്കെ പോയി കഴിഞ്ഞ് പഠിച്ച് ആ ഒരു റൂട്ടിൽ കൂടി പൗരോഹിത്യം നമുക്ക് എല്ലാവർക്കും എടുക്കുവാനായിട്ട് കഴിയും. ഇന്ന് ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആകുന്നത് പോലെ മിക്ക വീടുകളിലും ഒരു പുരോഹിതനുണ്ട് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പുരോഹിതന്മാർക്ക് വലിയ ഡിമാൻഡുള്ള ഒരു കാലമാണ്. ഒത്തിരി മാതാപിതാക്കൾ പ്രത്യേകിച്ച് വിവാഹ കമ്പോളത്തിൽ, വിവാഹ മാർക്കറ്റിൽ പുരോഹിതന്മാർക്ക് വലിയ ഡിമാൻഡാണ്. മക്കളെ പുരോഹിതന് കെട്ടിച്ചു കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിലൊരു പുരോഹിതനുണ്ട് എന്നൊക്കെ പറയുന്നൊരു വലിയ സ്റ്റാറ്റസ് സിമ്പിൾ മാതിരി കാര്യങ്ങൾ വന്നിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ആർക്ക് വേണമെന്നുണ്ടെങ്കിലും പുരോഹിതനാകാം. അതിന് വേണ്ടുന്ന പഠനവും അതിന് വേണ്ടുന്ന കാര്യങ്ങളും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ശുശ്രൂഷയിലേക്ക് വരാൻ കഴിയും. എന്നാൽ യഹൂദിയ വിശ്വാസത്തിലെ പൗരോഹിത്യം അങ്ങനെ ആയിരുന്നില്ല. അത് ആർക്കും എടുക്കുവാൻ പറ്റുന്ന ഒരു പൗരോഹിത്യമായിരുന്നില്ല. സ്പെസിഫിക് ആയിട്ട് അത് നോക്കിക്കഴിഞ്ഞാൽ യഹൂദന്മാരുടെ ഇടയിൽ ലേവ്യ ഗോത്രത്തിൽ അഹരോന്യ ഗ്രഹത്തിലുള്ളവർക്ക് മാത്രമായിട്ട് ഒരുക്കിയിരുന്ന ഒരു വിശേഷ ശുശ്രൂഷയത്. അതായത് യഹൂദ ജനത്തിൻ്റെ ഇടയിൽ മാത്രം, വെളിയിലുള്ള ആർക്കും അതാകാൻ പറ്റത്തില്ല. യഹൂദന്മാരുടെ ഇടയിൽ മാത്രം 12 ഗോത്രത്തിലെ ഒരു ഗോത്രമാണ് ലേവി ഗോത്രം. ആ ലേവി ഗോത്രത്തിലുള്ള എല്ലാവർക്കും ആകാൻ പറ്റത്തില്ല. അതിൽ തന്നെ പല ഗ്രഹങ്ങളുണ്ട്. മെരാര്യര്, കെഹാത്യര്, അഹരോന്യര്, അങ്ങനെ പല ഗ്രഹങ്ങളുണ്ട്. അതിലെ അഹരോന്യ ഗ്രഹത്തിന് മാത്രം പറഞ്ഞിരിക്കുന്ന ശുശ്രൂഷയാണ് ഈ പൗരോഹിത്യ ശുശ്രൂഷ. ലേവ്യ ഗോത്രം എന്ന് പറയുന്നത് പൊതുവെ ആലയത്തിലെ ശുശ്രൂഷകൾ ചെയ്യാനുള്ളവരാണ്. ആലയത്തിൽ നിറയെ ശുശ്രൂഷകളുണ്ട്. അവിടെ യാഗപീഠത്തിൻ്റെ ഒത്തിരിയും കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. ആലയത്തിനുള്ളിൽ തന്നെ ഒത്തിരിയും കാര്യങ്ങളുണ്ട്. കൊയർ, അവിടുത്തെ ഗായക സംഘം എന്നൊക്കെ പറയുന്നൊരു വലിയ ശുശ്രൂഷയാണ്. അങ്ങനെ പല ശുശ്രൂഷകളുണ്ട്. അതിൽ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ദൈവം കൽപ്പിച്ചാക്കിയിരുന്നത് അഹരോന്യ കുടുംബം, ആ ഗോത്രത്തിൽ, ആ ഗ്രഹത്തിലുള്ളവരെ മാത്രമാണ്. അതായത് വളരെ സ്പെസിഫിക് ആണ് ഈ കാര്യങ്ങളെല്ലാവരും. എല്ലാവർക്കും കയറി ചെയ്യുവാൻ പറ്റുന്ന ഒരു ശുശ്രൂഷയായിരുന്നില്ല. ഇന്നത്തെ പോലൊരു ഓപ്ഷൻ, അച്ഛനാകണം പട്ടക്കാരനാകണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കയറി ആകാൻ പറ്റുന്ന ഒരു ശുശ്രൂഷയായിരുന്നില്ല അത് എന്ന് മനസ്സിലാക്കുക. ഇവിടെ ഈ അഹരോന്യ ഗ്രഹത്തിൽ കൂടിയുള്ള ആ ഒരു ക്രമപ്രകാരം അവിടുത്തെ ആദ്യ പുരോഹിതൻ അഹരോനായിരുന്നു. തൻ്റെ മക്കളായിരിക്കണം അടുത്തു വരുന്ന പുരോഹിതന്മാർ. അതുകൊണ്ട് തന്നെ ഈ പുരോഹിതൻ വിവാഹിതനായിരിക്കണം. ഈ അഹരോൻ ആയിരിക്കണം എന്നുള്ള നിർബന്ധമാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ വംശാവലി അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സന്തതി പരമ്പരയാണ് പിന്നീട് പുരോഹിതന്മാരാകേണ്ടുന്നത്. അതുകൊണ്ട് അന്നുള്ള പുരോഹിതന്മാരെല്ലാവരും വിവാഹിതരായിരുന്നു. ഇന്നത്തെ പോലെ വിവാഹം വിലക്കേണ്ടുന്ന ഒരു നിയമം അവരുടെ ഇടയിലില്ലായിരുന്നു. ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, ഈ പൗരോഹിത്യം സ്ഥാപിച്ചത് ദൈവമാണ്. അത് നിലനിർത്തേണ്ടുന്നതും ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. ദൈവം കൽപ്പിച്ചാക്കിയ ഒരു ശുശ്രൂഷയാണ് ഈ പൗരോഹിത്യ ശുശ്രൂഷ. അതുകൊണ്ട് തന്നെ അതിനെ നിലനിർത്തേണ്ടുന്നതും ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. ആരെങ്കിലും ഈ പൗരോഹിത്യത്തിനെതിരെ വിമർശിക്കുകയോ അതിനെതിരെ വിരൽ ചൂണ്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ ദൈവം അവിടെ ഇടപെടും. ദൈവം ഡയറക്റ്റ് അവിടെ ഇടപെടുന്നതായിട്ട് നമുക്ക് കാണാം. പൗലോസ് അപ്പോസ്തലനെ ഡമസ്കോസിലേക്ക് പോകുമ്പോൾ ദൈവം പിടിക്കുവാൻ കാരണം തന്നെ നീ ഉപദ്രവിക്കുന്ന ക്രിസ്തുവാകുന്നു ഞാൻ. ഈ ദൈവസഭയെ ഉപദ്രവിക്കുന്നതും ദൈവദാസന്മാരെ കർത്താവ് കൽപ്പിച്ചാക്കിയിരുന്ന ദൈവദാസന്മാരെ ഉപദ്രവിക്കുന്നതും ദൈവത്തെ ഉപദ്രവിക്കുന്നതിന് തുല്യമായിട്ട് ദൈവം കാണുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ എന്ന് പൗലോസിനോട് കർത്താവ് പറയുക. എന്ന് പറയുന്നത് പോലെ പഴയ നിയമത്തിലെ ഈ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് എതിരായിട്ട് ആരെങ്കിലും തിരിഞ്ഞു കഴിഞ്ഞാൽ ദൈവം അവിടെ ഡയറക്റ്റ് ഇടപെടും. ഞാനൊരു ഉദാഹരണം നിങ്ങളെ കാണിക്കാം. സംഖ്യാപുസ്തകം 16-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ താപ്പോട്ട് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 1 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു രസകരമായതല്ല, ഒരു ചിന്തനീയമായ ഒരു വിഷയം അവിടെ കാണുവാനായിട്ട് കഴിയും. അതായത് കോരഹ്, ഈ ലേവ്യ ഗോത്രത്തിലുള്ള ഒരാളാണ് കോരഹും. ആ
ആ കോരഹ് മോശയ്ക്കും അഹരോനും എതിരായിട്ട് തിരിയുന്നു. ഞാനും ലേവ്യ ഗോത്രത്തിൽ പിറന്നവനും ജനിച്ചവനുമാണ്, ലേവ്യ ഗോത്രക്കാരനാണ്. എനിക്കും ഈ ആലയത്തിലെ ശുശ്രൂഷ ചെയ്യാനുള്ള അധികാരമുണ്ട്. നിങ്ങളെ മാത്രം നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വലിയ ശ്രേഷ്ഠന്മാരാക്കുന്നു, ഞങ്ങൾക്കും അത് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കോരഹ് മോശയ്ക്കും അഹരോനും എതിരായിട്ടും തിരിയുന്ന ഒരു രംഗം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അവിടെ ദൈവം മോശയോട് പറയുകയാണ്, മോശെ കോരഹിനെ വിളിച്ചിട്ട് അവനോട് കാര്യം പറഞ്ഞു കൊടുക്കാൻ മോശയും അഹരോനും ഒക്കെ ശ്രമിക്കുന്നെങ്കിലും അവരത് ഉൾക്കൊള്ളുവാനായിട്ട് തയ്യാറല്ല. നമുക്ക് ആ ഭാഗം ഞാനത് ഒരു ചില വാക്യങ്ങൾ മാത്രം പെട്ടെന്ന് ഒന്ന് വായിച്ച് നിങ്ങളെ എന്തിനാ അത് വായിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ശുശ്രൂഷ ദൈവം കൽപ്പിച്ചാക്കിയ ശുശ്രൂഷയാണ്. അത് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. അത് ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ സംഖ്യാപുസ്തകം 16-ാമത്തെ അധ്യായം 1 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ ഞാനതൊന്നും വായിക്കുന്നില്ല. ഇടയ്ക്ക് മാത്രം ചില വാക്യങ്ങൾ മാത്രം ഒന്ന് വായിച്ച് നിങ്ങൾക്ക് അതിലൊരു ഗ്രിപ്പ് ഉണ്ടാകുവാൻ വേണ്ടി മാത്രം. 1-ാമത്തെ വാക്യം, എന്നാൽ ലേവിയുടെ മകനായ കെഹാത്തിൻ്റെ മകനായ, ഇതാണ് ഞാൻ പറഞ്ഞ കെഹാത്യർ എന്ന് പറഞ്ഞത്, അവരും ലേവ്യർ തന്നെയാണ്. അത് വേറെ ഗ്രഹമാണ്. ആ ഗോത്രമാണെങ്കിലും ഗ്രഹം വേറെ, കുടുംബം വേറെയാണ്. എന്നാൽ ലേവിയുടെ മകനായ കെഹാത്തിൻ്റെ മകനായ ഇസ്ഹാരിൻ്റെ മകൻ കോരഹ്, രൂബേൻ ഗോത്രത്തിൽ എലിയാബിൻ്റെ പുത്രനായ ദാഥാൻ, അബീരാം, പെലേത്തിൻ്റെ മകനായ ദാൻ എന്നിവർ ഇസ്രായേൽ മക്കളിൽ സുപ്രധാനികളും സംഘ സദസ്യന്മാരും പ്രമാണികളുമായ 250 പുരുഷന്മാരെ കൂട്ടി മോശയോട് മത്സരിച്ചു. ഒരു 10-250 പേര് അവരിലെ പ്രമാണികൾ മോശയുടെ അടുക്കൽ സംസാരിക്കാനായിട്ട് വന്നിരിക്കുക. അവൻ മോശയ്ക്കും അഹരോനും വിരോധമായി കൂട്ടം കൂടി അവരോട്, മതി, സഭ ഒട്ടൊഴിയാതെ എല്ലാവരും വിശുദ്ധന്മാരാകുന്നു, യഹോവ അവരുടെ മധ്യേ ഉണ്ട്, പിന്നെ നിങ്ങൾ യഹോവയുടെ സഭയ്ക്ക് മീതെ നിങ്ങളെ തന്നെ ഉയർത്തുന്നത് എന്ത് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മോശ കവിണ്ണു വീണു. അവർ കോരഹനും അവൻ്റെ എല്ലാ കൂട്ടരോടും പറഞ്ഞത്, നാളെ രാവിലെ യഹോവ തനിക്കുള്ളവർ ആരെന്നും തന്നോട് അടുപ്പാൻ തക്കവണ്ണം വിശുദ്ധൻ ആരെന്നും കാണിക്കും. താൻ തിരഞ്ഞെടുക്കുന്നവനെ തന്നോട് അടുക്കുമാറാക്കും. കോരഹും അവൻ്റെ എല്ലാ കൂട്ടവുമായുള്ളവരെ, നിങ്ങളിത് ചെയ്യുവീൻ. ധൂപകലശമെടുത്ത് നാളെ യഹോവയുടെ സന്നിധിയിൽ അതിൽ തീയിട്ട് ധൂപവർഗം ഇടുവീൻ. യഹോവ തിരഞ്ഞെടുക്കുന്നവൻ തന്നെ വിശുദ്ധൻ. ലേവി പുത്രന്മാരെ മതി. പിന്നെ മോശെ കോരഹിനോട് പറഞ്ഞത്, ലേവി പുത്രന്മാരെ കേൾപ്പീൻ. ഇത് താപ്പോട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഇവർ വന്നിട്ട് മോശയോടും അഹരോനോടും പറയുകയാണ്, പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങൾക്കും അധികാരമുണ്ട്. നിങ്ങൾ മാത്രമല്ല ലേവ്യ കുടുംബത്തിലുള്ളവർ, ഞങ്ങളും ആ കുടുംബക്കാർ തന്നെയാണ്, ഞങ്ങൾക്കും അത് ചെയ്യാനുള്ള അധികാരമുണ്ടെന്ന് പറഞ്ഞിട്ട് മോശയ്ക്കും അഹരോനും നേരെ അവർ വിരൽ ചൂണ്ടുകയാണ്. ഇവിടെ ദൈവം ഡയറക്റ്റ് ഇടപെടുന്നതായിട്ട് നമുക്ക് കാണാം. അവിടെ വന്നിട്ട് മോശയോടും അഹരോനോടും ദൈവം പറയുക, ഇവരുടെ അടുത്ത് നിന്ന് മാറി നിന്നോളുക, നാളെ അവരെ എല്ലാവരെയും ചേർത്ത് വരുത്തുക, വന്നിട്ട് നിങ്ങൾ അവരുടെ അടുക്കൽ നിന്ന് മാറി നിൽക്കുക. താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് കാണാം ദൈവം എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന്. താഴോട്ട് 20-ാമത്തെ വാക്യം, യഹോവ മോശയോടും അഹരോനോടും, ഈ സഭയുടെ മധ്യേ നിന്ന് മാറിപ്പോകുവിൻ, ഞാൻ അവരെ ക്ഷണത്തിൽ സംഹരിക്കുമെന്ന് കൽപ്പിച്ചു. അപ്പോൾ അവർക്ക് അവിടുന്ന് വീണ്, സകല ജനത്തിൻ്റെയും ആത്മാക്കൾക്ക് ഉടയവനായ ദൈവമേ, ഒരു മനുഷ്യൻ പാപം ചെയ്തതിന് നീ സർവ്വസഭയോടും കോപിക്കുമോ എന്ന് പറഞ്ഞു. അതിന് യഹോവ മോശയോട്, കോരഹ്, ദാഥാൻ, അബീരാം എന്നിവരുടെ വാസസ്ഥലത്തിൻ്റെ ചുറ്റിൽ നിന്ന് മാറിക്കൊള്ളുവീൻ എന്ന് സഭയോട് പറക എന്ന് കൽപ്പിച്ചു. മോശ എഴുന്നേറ്റ് ദാഥാൻ്റെയും അബീരാമിൻ്റെയും അടുക്കൽ ചെന്നു. ഇസ്രായേൽ മൂപ്പന്മാരും അവൻ്റെ പിന്നാലെ ചെന്നു. അവൻ സഭയോട്, ഈ ദുഷ്ടന്മാരുടെ സകല പാപങ്ങളും നിങ്ങൾ സംഹരിക്കപ്പെടാതിരിക്കേണ്ടതിന് അവരുടെ കൂടാരങ്ങളുടെ അടുക്കൽ നിന്ന് മാറിപ്പോകുവീൻ, അവർക്കുള്ള യാതൊന്നിനെയും തുടരുത് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ കോരഹ്, ദാഥാൻ, അബീരാം എന്നിവരുടെ വാസസ്ഥലത്തിൻ്റെ ചുറ്റിൽ നിന്നും മാറിപ്പോയി. എന്നാൽ ദാഥാനും അബീരാമും പുറത്തു വന്നു. അവരും അവരുടെ ഭാര്യമാരും പുത്രന്മാരും കുഞ്ഞുങ്ങളും താങ്കളുടെ കൂടാരവാതിക്കൽ നിന്നു. താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ 31, ഈ വാക്കുകളെല്ലാം പറഞ്ഞു തീർന്നപ്പോൾ അവരുടെ കീഴെ ഭൂമി പിളർന്നു. ഭൂമി വായ് തുറന്ന് അവരെയും അവരുടെ കുടുംബങ്ങളെയും കോരഹിനോട് ചേർന്നിട്ടുള്ള എല്ലാവരെയും അവരുടെ സർവ്വ സമ്പത്തിനെയും വിഴുങ്ങിക്കളഞ്ഞു. അവരും അവരോട് ചേർന്നിട്ടുള്ള എല്ലാവരും ജീവനോട് പാതാളത്തിലേക്ക് ഇറങ്ങി. ഭൂമി അവരുടെ മേൽ അടയുകയും അവർ സഭയുടെ ഇടയിൽ നിന്ന് നശിക്കുകയും ചെയ്തു. അവരുടെ ചുറ്റും ഇരുന്ന ഇസ്രായേലിയരൊക്കെയും അവരുടെ നിലവിളി കേട്ടു. ഭൂമി നമ്മയും വിഴുങ്ങിക്കളയരുതേ എന്ന് പറഞ്ഞ് ഓടിപ്പോയി. അപ്പോൾ യഹോവയിങ്കൽ നിന്ന് തീ പുറപ്പെട്ടു, ധൂപം കാട്ടി 250 പേരെയും ദഹിപ്പിച്ചു. ഈ വായിച്ച ഭാഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാൾ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കെതിരായിട്ട് അല്ലെന്നുണ്ടല്ലോ അത് ഞങ്ങൾക്കും ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് മോശയ്ക്കും അഹരോനും എതിരായിട്ട് തിരിഞ്ഞപ്പോൾ ദൈവം എന്താ ചെയ്തെന്ന് നോക്കി, അവരുടെ കുടുംബം, അവരുടെ വാസസ്ഥലം, അവരുടെ ഭവനം, ആ തിരിഞ്ഞവരുടെ എല്ലാവരുടെയും ഭവനത്തിൻ്റെ തൊട്ട് മുന്നിൽ ഭൂമി വായ് പിളർന്നിട്ട് അവരെല്ലാവരും അതിൽ വീണിട്ട് ജീവനോട് ചത്തുപോവുക, ജീവനോട് ഭൂമി അവരെ വിഴുങ്ങിക്കളയുക.
അസാധാരണമായ രീതിയിൽ അവരുടെ മേലെ ദൈവത്തിൻ്റെ കോപം ഇറങ്ങിയ, അതുകൂടാതെ മേലെ നിന്ന് സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിക്കുക. അവിടെ നിന്നിരുന്ന ധൂപം കാട്ടുവാനായിട്ട് നിന്നിരുന്ന മറ്റുള്ളവരെ തീ ഇറങ്ങി ദഹിപ്പിക്കുക. അവിടെ കണ്ടില്ലേ പറയുകയാണ്, അപ്പോൾ യഹോവെങ്കിൽ നിന്ന് തീ പുറപ്പെട്ട ധൂപം കാട്ടിയ 250 പേരെയും ദഹിപ്പിച്ചു. ദൈവകോപം ഇൻസ്റ്റൻ്റ്. ഞാൻ പറഞ്ഞിട്ടില്ല, ഈ ഒരു കാര്യത്തിൽ ഇത് നാളെ എന്ന് പറയുന്ന ഒരു പദ്ധതി അവിടെയില്ല. തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അന്നേരം അടി കിട്ടുന്ന ശുശ്രൂഷയാണ് പഴയ നിയമത്തിൻ്റെ ശുശ്രൂഷ. അത് മോശമാണെന്നിലും ശരി, ആഹ്റോനാണെന്നിലും ശരി. ഇന്ന് നമ്മളെയൊക്കെ ദൈവം വിട്ടുവെച്ചിരിക്കുന്നത് ആ ഒരു ശുശ്രൂഷയിലല്ല നമ്മൾ, ആ ഒരു കാലഘട്ടത്തിലെ നിയമത്തിൻ്റെ കീഴിലല്ല നമ്മൾ. ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന രക്ഷിത ഗണമാണ് നമ്മൾ. ഇന്ന് എന്തെല്ലാം പാപം ചെയ്തിട്ടും ദൈവത്തിനെതിരായിട്ട് ദൂഷണം പറഞ്ഞിട്ടും ദൈവമായിട്ട് തന്നെ ഇരുന്ന് ആരാധന സ്വീകരിച്ചിട്ടും ഒക്കെ ദൈവം എന്താ ഒന്നും ചെയ്യാതെ വിട്ടേക്കുന്നതെന്ന് അറിയാമോ? കരുണാ കാലഘട്ടമായതുകൊണ്ടാണ്, ദൈവത്തിൻ്റെ കൃപായുഗമായതുകൊണ്ടാണ്. ഹല്ലേലൂയ. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, പൗരോഹിത്യ ശുശ്രൂഷയ്ക്കെതിരായിട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ദൈവം അവരെ ശിക്ഷിക്കുന്നത് നമുക്ക് കാണുക. ഇതിനോടുള്ള ബന്ധത്തിൽ തന്നെ വേറൊരു ഇൻസ്റ്റൻസ് ദൈവം അവർക്ക് കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതായത് ഈ 12 ഗോത്രങ്ങളോടും മോശയോട് പറയുകയാണ്, ഈ 12 ഗോത്രങ്ങളോടും 12 വടി വീതം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പറയുകയാണ്. ആ 12 വടിമേലും ഓരോ ഗോത്രത്തിൻ്റെയും പേരെഴുതണം. എല്ലാ ഗോത്രത്തിൻ്റെയും പേരെഴുതി 12 വടി ഇങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരികയാണ്. അതിനുശേഷം പിറ്റേ ദിവസം ആ വടിയെടുത്ത് നോക്കുമ്പോൾ ലേവി ഗോത്രത്തിൻ്റെ പേരിൽ അത് ലേവി ഗോത്രം എന്ന് എഴുതണ്ട. കാര്യം ലേവി ഗോത്രത്തിൽ തന്നെ പല ഗ്രഹങ്ങളുണ്ടല്ലോ, ഇവരിൽ ആർക്കാണെന്ന് അറിയാതെ പോവും. അതുകൊണ്ട് ലേവി ഗോത്രത്തിൻ്റെ വടിമേൽ അഹരോന്യ ഗ്രഹം എന്ന് എഴുതാൻ പറഞ്ഞു. അങ്ങനെ മറ്റ് 11 ഗോത്രത്തിൻ്റെ പേരും ഈ അഹ്റോൻ്റെ ആ ലേവി ഗോത്രത്തിലെ ആ വടിമേൽ, ആ ഒരു ബ്രാഞ്ചിന്മേൽ അഹ്റോന്യ ഗ്രഹം എന്ന് എഴുതാൻ പറഞ്ഞു. അതിനുശേഷം ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് വെച്ചു. പിറ്റേ ദിവസം ആ വടി എടുത്ത് നോക്കുമ്പോൾ അഹരോന്യ ഗ്രഹം എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു വടി മാത്രം പൂത്ത് തളിർത്ത് അതിൽ ബദാം കായ ഉണ്ടായി നിൽക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. ഇതിനെയാണ് അഹരോൻ്റെ തളിർത്ത വടി എന്ന് പറയുന്നത്. ഈ വടി ഇന്ന് നിയമപ്പെട്ടകത്തിൻ്റെ കൂടെ കൃപാസനത്തെങ്കിൽ വെച്ചിരിക്കുന്ന വടിയാണ്. കാര്യം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഹരോന്യ ഗ്രഹത്തിനാണ് ദൈവം അവിടെ ശുശ്രൂഷിക്കാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത് കാണിക്കുവാൻ വേണ്ടി ആ അഹരോൻ്റെ വടി മാത്രം പൂത്ത് തളിർത്ത് നിൽക്കുന്ന എക്സാമ്പിൾ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അത് എന്നിട്ട് നിയമപ്പെട്ടകത്തിൻ്റെ കൂടെ കൃപാസനത്തെങ്കിൽ വെച്ചേക്കുവാനായിട്ട് പറയുകയാണ്. മനസ്സിലായോ? അത്ര സ്ട്രിക്റ്റാണ് ഈ വിഷയം. അതുകൊണ്ട് അഹരോന്യ ഗ്രഹത്തിന് മാത്രം ദൈവം കൽപ്പിച്ചു കൊടുത്തിരുന്ന ഒരു ദൈവിക ശുശ്രൂഷയാണ് ഈ പൗരോഹിത്യ ശുശ്രൂഷ എന്ന് നിങ്ങൾക്ക് ഇതിൽ കൂടി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഇവിടെ പൗരോഹിത്യം സ്ഥാപിച്ചത് ദൈവമാണെന്നും അത് നിലനിർത്തേണ്ടുന്നത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമാണെന്നും നമുക്ക് മനസ്സിലായി. എന്നാൽ കാലസമ്പൂർണതയിൽ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വരികയും ഈ പൗരോഹിത്യം മാറ്റി പുതിയൊരു പൗരോഹിത്യം സ്ഥാപിക്കുകയും ചെയ്തു. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ദൈവം സ്ഥാപിച്ച ഈ ഒരു പൗരോഹിത്യത്തെ കാലസമ്പൂർണതയിൽ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വരികയും ലേവ്യ പൗരോഹിത്യം അല്ലെങ്കിൽ അഹരോന്യ പൗരോഹിത്യത്തെ അപ്പാടെ മാറ്റിക്കളഞ്ഞതിന് ശേഷം പുതിയ ഒരു പൗരോഹിത്യം കർത്താവിൽ കൂടി ആരംഭിക്കുകയും ചെയ്തു. കാരണം ആ പഴയ നിയമപ്രകാരം ഉണ്ടായിരുന്ന ആ പൗരോഹിത്യവും അതിൽ കൂടെ നടന്നിരുന്ന എല്ലാ കാര്യങ്ങളും വരുവാനുള്ളവയുടെ നിഴലായിരുന്നു. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലാകിയാൽ ആണ്ടുതോറും കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ അതിൽ കൂടെ എന്താ പറയുന്നതെന്ന്? അതായത് ഈ ന്യായപ്രമാണം അവർക്ക് കൊടുത്തിരുന്നതും ന്യായപ്രമാണത്തിന് പ്രകാരം ഉണ്ടായിരുന്ന കൽപ്പനകളും ശുശ്രൂഷകളും പല കാര്യങ്ങളും വരുവാനുള്ള നന്മകളുടെ നിഴലായിരുന്നു. ഇറ്റ് വാസ് ഓൾ ഷാഡോസ് ഓഫ് കമ്മിങ് ഗുഡ് തിങ്സ്. വരുവാനുള്ള നന്മകളുടെ നിഴലായിരുന്നു. അത് ആണ്ടുതോറും കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് ഒരു നാളും സൽഗുണപൂർത്തി വരുത്തുവാൻ കഴിവുള്ളതല്ല. ഈ അഹരോന്യ പൗരോഹിത്യം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിലൂടെ മാറിപ്പോവുകയും അതിനുശേഷം മൽക്കീസേദേക്കിൻ്റെ ക്രമപ്രകാരം ഒരു പുതിയ പൗരോഹിത്യം ആരംഭിക്കുകയും ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഒരല്പം കട്ടിയായ വിഷയമാണെങ്കിലും ഈ പൗരോഹിത്യത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞു തീർക്കുവാനായിട്ട് പോവുകയാണ്. എന്തുകൊണ്ട് ദൈവം ഇത് കൽപ്പിച്ചാക്കിയിരുന്നു? അതിനുശേഷം ഒരു പുതിയ പൗരോഹിത്യത്തിലേക്ക് അന്നത്തെ ജനം, യഹൂദ ജനം കടന്നു വരിക. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ ഒന്നും ക്രിസ്ത്യാനിറ്റി ഇല്ല. പഴയ നിയമകാലത്തെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. മോശയും അഹരോൻ്റെയും ആ ഇസ്രായേൽ ജനത്തിൻ്റെയും കാര്യമാണ് പറയുന്നത്. ദൈവം വിളിച്ച ദൈവജനം, അവരോട് ദൈവം സംസാരിക്കുകയും അവരുടെ വിഷയങ്ങൾ ദൈവത്തെ അറിയിക്കുകയും ചെയ്യുക. അതിന് ദൈവം പ്രവാചകന്മാരെയും
പുരോഹിതന്മാരെയോ ഒക്കെ കൽപ്പിച്ചാക്കുക. ആ കാര്യമാണ് നമ്മളിവിടെ ഈ പറയുന്നത്. ഇവിടുത്തെ നമ്മുടെ പട്ടക്കാരോ നമ്മുടെ മെത്രാന്മാരോ നമ്മുടെ ആ ഒരു പൗരോഹിത്യ സിസ്റ്റമേ അല്ല ഇവിടെ പറയുന്നത് എന്ന് നിങ്ങൾ വിശേഷാൽ മനസ്സിലാക്കുക. ഇവിടെ യേശു ക്രിസ്തുവിൻ്റെ ക്രമപ്രകാരം അല്ലെന്നുണ്ടെങ്കിൽ മൽക്കീസേദേക്കിൻ്റെ ക്രമപ്രകാരം ഒരു പുതിയ പൗരോഹിത്യം ആരംഭിക്കുക. എബ്രായ ലേഖനം തന്നെ അതിൻ്റെ 9-ാമത്തെ അധ്യായം അതിൻ്റെ 11-12 വാക്യം വായിച്ചു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ കാണാം. ഇവിടെ പറയുകയാണ്, ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ഇവിടെ ആട്ടുകൊറ്റൻ്റെയും കാളക്കിടാങ്ങളുടെയും രക്തത്തോടു കൂടി ആണ്ടിൽ ഒരിക്കൽ മഹാപുരോഹിതൻ കയറി ചെന്ന് ജനത്തിൻ്റെ പാപത്തിന് വേണ്ടി അർപ്പിക്കുന്ന ഒരു പാപപരിഹാര ശുശ്രൂഷയല്ല കർത്താവായ യേശു ക്രിസ്തു ചെയ്തത്. കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലായി വരുവാനുള്ള നന്മകളുടെ പുരോഹിതനായി മഹാപുരോഹിതനായി വന്നിട്ട് യേശു ക്രിസ്തു തൻ്റെ സ്വന്തം രക്തത്താൽ, ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാങ്ങളുടെയും രക്തത്താലല്ല, തൻ്റെ സ്വന്തം രക്തത്താൽ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു. തൻ്റെ രക്തവുമായി, കാൽവറിയിൽ ചൊരിഞ്ഞ ആ രക്തവുമായി പിതാവിൻ്റെ സന്നിധിയിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് നമുക്കായി നേടിയെടുത്തിരിക്കുകയാണ്. അങ്ങനെ നാം ഒരിക്കലായി എന്നേക്കുമായിട്ട് രക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ആ ഒരു നിത്യ രക്ഷ നമുക്ക് വേണ്ടി വരുത്തിയിരിക്കുകയാണ്. അതിനുശേഷം വഴിപാടുകളുടെയും യാഗങ്ങളുടെയും ആവശ്യമില്ലാതെ ആയിരിക്കുകയാണ്. കാര്യം ആ കുഞ്ഞാട് ഒരിക്കലായി നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടു. എന്നേക്കുമായിട്ടുള്ള രക്ഷ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ വരുത്തിയിരിക്കുകയാണ്. അങ്ങനെ ക്രിസ്തു നമ്മുടെ മഹാപുരോഹിതനായി പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഇവിടെ എല്ലാം നമുക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ ഇത് യഹൂദിയ വിശ്വാസത്തിലും അവർക്ക് ദൈവം കൊടുത്തിരുന്ന കൽപ്പനകളുടെയും അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് കർത്താവ് ആ ഒരു പൗരോഹിത്യ ശുശ്രൂഷ അവർക്ക് വേണ്ടി ചെയ്യുന്നത്. അവിടെ അവർക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന എബ്രായ ലേഖനത്തിൽ പറയുകയാണ്, അവനൊരിക്കലായി എന്നേക്കുമായുള്ള ഒരു വീണ്ടെടുപ്പ് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമായുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. അതുപോലെ തന്നെ എബ്രായ ലേഖനത്തിലെ ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളെ അതിനോടുള്ള വിഷയത്തിൽ നിന്ന് കാണിക്കുമ്പോൾ ആ വിഷയത്തെ കുറെ കൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 3-ാമത്തെ അധ്യായം അതിൻ്റെ 1-2 വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, ഇത് ആരോടാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളോടല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് മനസ്സുള്ളവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം എബ്രായ വിശ്വാസികളോട് പറയുകയാണ്, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവീൻ. മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവിൻ തന്നെ നിയമിച്ചാക്കിയവനും വിശ്വസ്തനാകുന്നു. അവരുടെ വിശുദ്ധ മഹാപുരോഹിതനായ കർത്താവായ യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കുവീൻ എന്ന് പറയുക. 4-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ അവിടെ പറയാണ്, ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചും ആ അഹരോന്യ പൗരോഹിത്യം മാറി മൽക്കീസേദേക്കിൻ്റെ ക്രമപ്രകാരം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഒരു മഹാപൗരോഹിത്യം വന്നിരിക്കുന്നുവെന്ന് എബ്രായ ലേഖൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. 1-2 വാക്യങ്ങൾ കൂടി ഞാനൊന്ന് വായിച്ച് കേൾപ്പിച്ചോട്ടെ. നിങ്ങൾ ഈ വിഷയം എന്നോട് ശ്രദ്ധിച്ച് കേൾക്കുവാനായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്. 7-ാം അധ്യായം അതിൻ്റെ 11-12 അവിടെ പറയുകയാണ്, ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണ്ണത വന്നെങ്കിൽ, എബ്രായ ലേഖനത്തിൻ്റെ തന്നെ 7-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം, ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണ്ണത വന്നെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സമ്പൂർണ്ണത വന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതെല്ലാം വരുവാനുള്ള നന്മകളുടെ നിഴലായിരുന്നു. അവരെ ഏതോ ഒരു വിഷയത്തിലേക്ക് കൊണ്ടെത്തിക്കുവാനായിട്ടുണ്ടായിരുന്ന നിഴലായിരുന്നു കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് എത്തിക്കുവാനായിട്ട്. അതിന് കീഴല്ലോ ജനം ന്യായപ്രമാണം പ്രാപിച്ചത്. അഹരോൻ്റെ ക്രമപ്രകാരം എന്ന് പറയാതെ മൽക്കീസേദേക്കിൻ്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ വരുവാൻ എന്തൊരാവശ്യം? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ ആവശ്യം അല്ലെങ്കിൽ എന്തായിരുന്നു എന്നവരോട് ചോദിക്കുക. യേശു ക്രിസ്തുവിനോട് ഒരു പൗരോഹിത്യം, മഹാപൗരോഹിത്യം ആരംഭിച്ചിരിക്കുന്നു. നിങ്ങൾ ഇന്ന് ആ പുരോഹിതൻ്റെ കീഴെയാണെന്ന് പറയുക. പൗരോഹിത്യം മാറിപ്പോകുന്ന പക്ഷം ന്യായപ്രമാണത്തിനും കൂടെ മാറ്റം വരുവാൻ ആവശ്യം. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൗരോഹിത്യം വഴിപാടുകളും യാഗവും അർപ്പിക്കാനായിരുന്നു. വഴിപാടും യാഗവും ഇല്ല എന്നുണ്ടെങ്കിൽ ന്യായപ്രമാണത്തിലെ ഒട്ടുമുക്കാലും കാര്യങ്ങൾ അവിടെ പിന്നെ വരുന്നില്ല.
പല കാര്യങ്ങളും പിന്നെ അത് നീങ്ങിപ്പോകണം. ന്യായപ്രമാണം, പൗരോഹിത്യം മാറിപ്പോകുന്ന പക്ഷം ന്യായപ്രമാണത്തിനും കൂടെ മാറ്റം വരുവാൻ ആവശ്യം. എന്നാൽ ഇത് ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നുവോ അവൻ വേറൊരു ഗോത്രത്തിലുള്ളവൻ. ആ ഗോത്രത്തിൽ ആരും യാഗപീഠത്തിന്മേൽ ശുശ്രൂഷ ചെയ്തിട്ടില്ല. യഹൂദിയിൽ നിന്ന് നമ്മുടെ കർത്താവ് ഉദിച്ചു എന്ന് സ്പഷ്ടമല്ലോ. ആ ഗോത്രത്തിന് മോശെ പൗരോഹിത്യം സംബന്ധിച്ച് ഒന്നും കൽപ്പിച്ചിട്ടില്ല. യേശു ക്രിസ്തു ജനിച്ചിരിക്കുന്ന യഹൂദ ഗോത്രത്തിലാണ്. ഇവിടെ ലേവ്യ ഗോത്രത്തിലല്ല. യഹൂദ ഗോത്രത്തോട് ദൈവം പൗരോഹിത്യം സംബന്ധിച്ച് ഒരു കാര്യവും കൽപ്പിച്ചിട്ടില്ല. ലേവ്യ ഗോത്രത്തിൽ തന്നെ അടുത്തൊരു ഗ്രഹമാണ് കെഹാത്യർ എന്ന് പറയുന്നത്. ലേവ്യ ഗോത്രത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ഗ്രഹമാണ് കെഹാത്യർ, മെരാര്യർ, അഹരോന്യർ. അഹരോന്യരോടാണ് അത് ശുശ്രൂഷ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അത് കെഹാത്യർ കയറി എടുക്കണമെന്ന് കോരഹ് പറഞ്ഞതിനാണ് ഭൂമി വായ് പിളർന്ന് കോരഹിനെ വിഴുങ്ങിക്കളഞ്ഞത്. അത്ര പോലും മാറാൻ പറ്റുന്നൊരു കാര്യമല്ല ഇത്. അങ്ങനെ ഇരിക്കുമ്പോൾ ലേവ്യ ഗോത്രം വിട്ടിട്ട് യഹൂദ ഗോത്രത്തിൽ പിറന്ന യേശു ക്രിസ്തു പുരോഹിതനാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അതാണ് പറയുന്നത്, അഹരോന്യ പൗരോഹിത്യത്താൽ സമ്പൂർണ്ണത വന്നില്ല. അതുകൊണ്ട് പുതിയൊരു പൗരോഹിത്യം വരിക. അത് മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരം യഹൂദ ഗോത്രത്തിൽ നിന്നൊരു പൗരോഹിത്യം കർത്താവായ യേശു ക്രിസ്തു മഹാപുരോഹിതനായി നമുക്ക് വേണ്ടി വന്നിരിക്കുന്നു എന്നവരെ പറഞ്ഞ് ധരിപ്പിക്കുകയാണ്. അതിൻ്റെ 15-17 വാക്യങ്ങൾ ഇത് ഈ ഒരു അധ്യായം മുഴുവനും വായിച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. എന്നാൽ ഞാൻ അത്രയും ഡീറ്റെയിലേക്ക് പോകുന്നില്ല. 15-17 വാക്യം വായിക്കാം. ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താലല്ല, അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ ഉളവായ വേറെ ഒരു പുരോഹിതൻ മൽക്കീസേദെക്കിന് സദൃശ്യനായി ഉദിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും അധികം സ്പഷ്ടം, ഏറ്റവും അധികം തെളിയുന്നു. നീ മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനെന്നല്ലോ സാക്ഷീകരിച്ചിരിക്കുന്നത്. 24-25 വാക്യം കൂടെ വായിക്കാം. അവിടെ പറയാം, ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യം ആകുന്നു പ്രാപിച്ചിരിക്കുന്നത്. കൂറിൻ്റെ ക്രമപ്രകാരം പുരോഹിതന്മാർ മാറിക്കൊണ്ടിരിക്കേണ്ട കാര്യം, കർത്താവിന് മരണമില്ല, അവൻ എന്നേക്കും മഹാപുരോഹിതൻ. അതുകൊണ്ട് ഓരോ വർഷവും മാറ്റിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യമാകുന്നു പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനുമാകുന്നു. ഹല്ലേലൂയ. ഇതാണ് ഇവരുടെ പൗരോഹിത്യം. ഇത് ദൈവം കൽപ്പിച്ചാക്കിയിരുന്ന ഒരു ശുശ്രൂഷയാണ്. എന്നാൽ കാലത്തികവെങ്കിൽ ഈ അഹരോന്യ പൗരോഹിത്യത്തിന് ഒരു അന്തം വരുത്തിക്കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള മഹാപൗരോഹിത്യം ആരംഭിക്കുന്നതായിട്ട് നമുക്ക് കാണാം. കർത്താവായ യേശു ക്രിസ്തു സ്വന്തം രക്തത്താൽ, കാളക്കിടാങ്ങളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമായിട്ടുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ച് വിശുദ്ധ മഹാപുരോഹിതനായി ജനത്തിൻ്റെയും പിതാവായ ദൈവത്തിൻ്റെയും മധ്യത്തെങ്കിൽ അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ ഒരു പൗരോഹിത്യത്തിലേക്ക് അവർ അടുത്ത് വരികയാണ്. അങ്ങനെ യേശു ക്രിസ്തുവിനെ മശിഹയായിട്ട് അംഗീകരിച്ച് കർത്താവിൻ്റെ ആ മഹാപൗരോഹിത്യത്തിൻ്റെ കീഴിൽ അവർ വരിക എന്നുള്ളതൊരു ദൈവിക നിശ്ചയവും അവരുടെ ഒരു ദൈവിക പദ്ധതിയുമായിരുന്നു. എന്നാൽ ദൈവജനം അത് മനസ്സിലാക്കിയോ യേശു ക്രിസ്തുവിനെ തിരിച്ചറിയുകയോ ചെയ്യാതെ അവർ ദൈവകോപത്തിനിരയായി തീരുകയും അങ്ങനെ ദൈവം അവരെ, പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഒക്കെ റിജക്റ്റ് ചെയ്ത ദൈവജനത്തെ ദൈവം താൽക്കാലികമായിട്ട് കൈവിടുകയും ആ സ്ഥാനത്ത് നമ്മെ രക്ഷിക്കാനുള്ള കർത്താവിൻ്റെ കൃപാ കാലഘട്ടം, കരുണാ കാലഘട്ടം ആരംഭിക്കുകയും ചെയ്തു. ഇതും കർത്താവിൻ്റെ ആ പൗരോഹിത്യവുമായിട്ട് പ്രത്യേകിച്ച് കണക്ഷനോ ബന്ധമോ ഒന്നുമില്ല. നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത് ഒരു പൗരോഹിത്യത്തിൻ്റെ കീഴിലല്ല, എന്നാൽ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ നിവർത്തിച്ച ആ രക്ഷണ്യ പ്രവൃത്തിയിലെ വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ആയിരിക്കുന്നത്. ക്രിസ്തീയ വിശ്വാസത്തിൽ ഇങ്ങനെ ഒരു പൗരോഹിത്യവുമായിട്ട് യാതൊരു കണക്ഷനോ യാതൊരു സംബന്ധവുമില്ല. എന്നാൽ സംഭവം നാം മനസ്സിലാക്കിയിരിക്കുന്നത്, നാം ആത്മീക ഇസ്രായേൽ ആയതിനാൽ ഇസ്രായേലിന് എന്തെല്ലാം ദൈവം കൊടുത്തിരുന്നു ആ കാര്യങ്ങളൊക്കെ നമ്മുടേതായി തീർന്നു. ആ പൗരോഹിത്യം കാലാകാലങ്ങളിൽ അഹരോനിൽ കൂടി മോശയിൽ കൂടി അത് സക്കരിയാവിലെത്തിയെന്നും യോഹന്നാൻ സ്നാപകനിലൂടെ അത് കർത്താവായ യേശു ക്രിസ്തുവിലെത്തിയെന്നും യേശു ക്രിസ്തു തൻ്റെ സ്ലീഹന്മാർക്ക് കൈമാറിയെന്നും ആ സ്ലീഹന്മാരിൽ കൂടെ നമ്മിലെത്തിയെന്നും ഒക്കെയുള്ളൊരു പഠിപ്പീരിലാണ് നമ്മുടെ പൗരോഹിത്യ സഭകളിലെ എക്യുമെനിക്കൽ സഭകളിലൊക്കെ കാണുന്ന ഈ പൗരോഹിത്യം ഇന്നായിരിക്കുന്നത്. എന്നാൽ സത്യത്തിൽ ഈ പൗരോഹിത്യ ശുശ്രൂഷയും ക്രിസ്ത്യാനിയുമായിട്ട് യാതൊരു ഓർഗാനിക് കണക്ഷനുമില്ല. അത് യഹൂദിയ വിളിയും യഹൂദന്മാർക്ക് വേണ്ടി ദൈവം കൽപ്പിച്ചാക്കിയിരുന്ന ആലയവും പുരോഹിതനും വഴിപാടുകളും നേർച്ചയും യാഗങ്ങളും അവരുടെ ഒരു തനി ദൈവിക പദ്ധതിയായിരുന്നു. അതിലല്ല നാം ഇന്ന് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. അത് മനസ്സിലാക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ആഴ്ചയിൽ എനിക്കത് മുഴുവനും പറഞ്ഞു തീർക്കുവാനായിട്ട് കഴിയുന്നില്ല. ആ പൗരോഹിത്യത്തിന് അന്തം വരുത്തിക്കൊണ്ട് പുതിയൊരു മാർഗം ദൈവം ആരംഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ അടുത്ത ആഴ്ചയിൽ ഞാൻ ഇതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞ് ആ ഒരു പൗരോഹിത്യ ശുശ്രൂഷ എന്തായി തീർന്നു, ഇന്നത്തെ ക്രിസ്ത്യാനിയുടെ പൗരോഹിത്യം എന്താണ്, ദൈവം സഭയിൽ കൽപ്പിച്ചാക്കിയിരിക്കുന്ന ദൈവിക ശുശ്രൂഷകൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അല്പമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ബോട്ടം ലൈൻ ഇത്രയേ ഉള്ളൂ. അതായത് നാം ആത്മീക ഇസ്രായേൽ അല്ല, നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത് ഹല്ലേലൂയ പൗലോസ് അപ്പോസ്തലൻ കൂടെ അറിയിച്ചിരിക്കുന്ന ഒരു സ്വർഗീയ പദ്ധതി, ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ്, ബോഡി ഓഫ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തു തലയും നാം ശരീരവുമായിരിക്കുന്ന ഒരു സ്വർഗീയ പദ്ധതിയും കർത്താവിൻ്റെ കാഹളനാദം കേൾക്കുമ്പോൾ നാം രൂപാന്തരപ്പെട്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും നിത്യം ദൈവത്തോടൊപ്പം സ്വർഗത്തിൽ വാഴുകയും ചെയ്യുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ്. ഇതിനെയാണ് ക്രിസ്തീയ വിളി എന്ന് പറയുന്നത്. അതിനെ നമ്മൾ യഹൂദിയ വിളിയുമായിട്ട് കൂട്ടിക്കുഴച്ച് കഴിഞ്ഞാൽ നമുക്ക് പുരോഹിതനുണ്ടെന്നും നമുക്ക് യാഗമുണ്ടെന്നും നമുക്ക് ആലയമുണ്ടെന്നും അത് അതിവിശുദ്ധ സ്ഥലമെന്നും ഇത് പരിശുദ്ധ സ്ഥലമെന്നും ഒക്കെ പറഞ്ഞ് കണ്ടമാനം കുഴഞ്ഞ് നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും മനസ്സിലാക്കാതെ നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകും. ഇത് സാത്താൻ്റെ വേറൊരു തന്ത്രമാണെന്ന് മനസ്സിലാക്കുവാൻ നിങ്ങൾക്കിടയാകട്ടെ. നിങ്ങൾക്ക് ഹൃദയ വിശാലത അതിനു വേണ്ടിയിട്ടുണ്ടാകട്ടെ. അത് മനസ്സിലാക്കി ഈ തന്ത്രങ്ങളിൽ നൊഴിഞ്ഞ് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളും പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള ആഴമായ സുവിശേഷത്തിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീരുവാൻ നിങ്ങളെ ഒരിക്കൽ കൂടി ഞാൻ പ്രബോധിപ്പിക്കുന്നു. ഈ വിഷയത്തിൻ്റെ പഠനം അതിലേക്ക് വെളിച്ചം വീശട്ടെ. ആ വിഷയം കൂടുതൽ മനസ്സിലാക്കി കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും അതിന് പ്രകാരം നമ്മളെ തന്നെ സമർപ്പിക്കുവാനും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കിത് അനുഗ്രഹമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കറിയാം ഈ വിഷയം പറഞ്ഞു തീർക്കുവാനായിട്ട് കഴിഞ്ഞില്ലെങ്കിലും ഒരാഴ്ചയ്ക്കകത്ത് നമ്മൾ അടുത്ത ദിവസം ഈ വിഷയം കൂടുതലായിട്ട് ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ അവസാന ഭാഗങ്ങൾ പറഞ്ഞ് ഇന്നത്തെ ക്രിസ്തീയ വിശ്വാസം എന്താണെന്ന് മനസ്സിലാക്കി കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവം നമ്മളെ സഹായിക്കും. കടന്നു വന്നിരിക്കുന്ന ഒന്നിച്ച് ശ്രദ്ധയോടെ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയെയും വന്ദനത്തെയും അറിയിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ. യേശു എന്നടിസ്ഥാനം ആശയവനിലത്രേ, യേശു എന്നടിസ്ഥാനം ആശയവനിലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. എത്ര മധുരമവൻ നാമമെനിക്കു പാർത്താൻ, എത്ര മധുരമവൻ നാമമെനിക്കു പാർത്താൻ.
വസ്ത്രം ആവരണമായി നൽകും. ശോഭിത നീതി വസ്ത്രം ആവരണമായി നൽകും. വമ്പിച്ച ലോകത്തീര കമ്പം തിരുവോളവും. വമ്പിച്ച ലോകത്തീര കമ്പം തിരുവോളവും. മുമ്പും പിമ്പുമായവൻ അൻപോടെന്നെ നടത്തും. മുമ്പും പിമ്പുമായവൻ അൻപോടെന്നെ നടത്തും. ലോകമെനിക്കു വൈരി, ലോകമെന്നെ ത്യജിച്ചാൽ. ലോകമെനിക്കു വൈരി, ലോകമെന്നെ ത്യജിച്ചാൽ. ശോകമെന്തെനിക്കതിൽ ഏതും ഭയപ്പെടാ ഞാൻ. ശോകമെന്തെനിക്കതിൽ ഏതും ഭയപ്പെടാ ഞാൻ. യേശു എന്നടിസ്ഥാനം ആശയവനിലത്രേ. യേശു എന്നടിസ്ഥാനം ആശയവനിലത്രേ. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ദൈവമായ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല പകൽക്കാലത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിന്റെ മക്കളാകുന്ന അടിയങ്ങൾക്ക് ഒന്നിച്ച് നിന്റെ സന്നിധിയിൽ കൂടി വരുവാൻ ദൈവം ഒരുക്കി സാവകാശത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കർത്താവേ, നിന്റെ മക്കളാകുന്ന അടിയങ്ങൾക്ക് ഒന്നിച്ച് അങ്ങേ പാടി സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, പ്രാർത്ഥിപ്പാനൊക്കെയുള്ള കൃപ നീ അടിയങ്ങൾക്ക് തന്നല്ലോ. നന്ദിയോടെ സ്തോത്രം. വലിയവനായ ദൈവത്തിൻ്റെ സാന്നിധ്യം അടിയങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ. അതോർത്ത് അടിയങ്ങൾ അങ്ങേക്ക് നന്ദി കരയേറ്റുന്നു കർത്താവേ. കർത്താവെ, വചനത്തിൽ നിന്ന് സംസാരിപ്പാൻ നിന്റെ ദാസനെ നീ കരങ്ങളിലെടുത്ത് ഉപയോഗിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കേൾപ്പിക്കപ്പെട്ട നല്ല വചനങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അടിയങ്ങൾ കേൾക്കുന്ന വചനങ്ങളൊക്കെ അടിയങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഏറെ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസനെ കർത്താവെ നീ അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണം. പിന്നെയും കർത്താവെ, നിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം കരങ്ങളിലെടുത്ത് ഉപയോഗിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് മാനിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഇപ്പോൾ അടിയങ്ങൾ പിരിയുന്നു. പിരിയാത്ത സാന്നിധ്യം കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരെ യഹോവയേ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരെ യഹോവയേ. മനസ്സലിവുടയ മഹോന്നത പരനേ, വന്ദനം നിനക്കാമേ.
അലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേൻ. വന്ദനം നിനക്കാമേൻ. വന്ദനം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ അടികളോടും അടികളോർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും, വിശേഷാൽ ദ ഗേറ്റ് മിനിസ്ട്രീസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും, ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരുടെ മേലും ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ വരവ് വരെയും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. കർത്താവിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ഒരാഴ്ചവട്ടക്കാലം മുഴുവനും നടക്കുവാൻ, കർത്താവിൻ്റെ കൃപയിൽ നടക്കുവാൻ വേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും ദൈവം പകരട്ടെ. കർത്താവിൻ്റെ കാഹളം ധ്വനിച്ചാൽ സ്വർഗത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒന്നിച്ച് കാണുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. മാറാനാഥ, ഗ്രേസ് ദൈവത്തെ. എനിക്കായി കരുതുന്ന